കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരുമായ ചെന്നിയോട് ദേശനിവാസികൾ, രാവും പകലും മഹത്വമാർന്ന കർത്താവിൻ്റെ പേരിൽ അധ്വാനിക്കുന്ന വിലയേറിയ ദൈവമക്കൾ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ചർച്ചിൻ്റെ അങ്കണത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു സന്ധ്യയെങ്കിൽ കൂടി നിസ്തുല്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു സന്ധ്യയെങ്കിൽ കൂടി എളിയവന് നിങ്ങളുടെ നടുവിൽ വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരവസരം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന യോഗ പരമ്പരകളിൽ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട രാജൻ പാസ്റ്റർ, IPL ദൈവ കുഞ്ഞുങ്ങളെല്ലാവരോടുമുള്ള നന്ദിയെ ഈ രാത്രി രേഖപ്പെടുത്തുന്നു. യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിലെൻ്റെ ബഹുമാന്യ സ്നേഹിതനും കൂട്ടുവേലക്കാരനുമായിരിക്കുന്ന സുനിൽ പാസ്റ്റർ, പ്രത്യേകിച്ച് വളരെ ദൂരെ നിന്ന് കടന്നു വന്ന IPA ജനറൽ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ വളരെ ഞാൻ ബഹുമാനിക്കുന്ന പ്രിയ ഗോഡ്സൺ പാസ്റ്റർ, ജോൺസൺ പാസ്റ്റർ, ചന്ദ്രകുമാർ പാസ്റ്റർ, ഇതിനകത്ത് അനവധി ദൈവദാസന്മാർ, എൻ്റെ കൂട്ടുവേലക്കാരൻ ബോബി പാസ്റ്റർ, അങ്ങനെ ഒത്തിരി പേര് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രി ഞാൻ പ്രഭാഷണം തുടങ്ങിയപ്പോൾ DC ശാമുവൽ പാസ്റ്റർ സാന്നിധ്യത്തിലും അദ്ദേഹത്തിന് ഒരു നന്ദി വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ യോഗം ആരംഭിച്ചത്. അത് മാത്രമല്ല, ഒരിക്കൽ കൂടി ഇന്ന് രാത്രിയും പറയുന്നു, IPA ഏറ്റവും വലിയ പ്രത്യേകത സത്യവചനത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നതാ. ഇന്ന് പല സഭകളും വചനം വിട്ട് സഞ്ചരിക്കുമ്പോഴും ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ മിക്ക മീറ്റിങ്ങുകളും അവരുടെ കൺവെൻഷൻ കൂട്ടങ്ങളും എല്ലാം ഞാൻ ശ്രമിക്കാറുണ്ട്. DC ശാമുവൽ അപ്പച്ചൻ്റെ പൂർണ്ണമായ, എനിക്കറിയാം, എന്നോട് അത്ര വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു പ്രതിനിധി ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആഴമായ ആഗ്രഹം സത്യവചനം, നിത്യത, സ്തോത്രം. അദ്ദേഹം ഉയർത്തിയ കാഴ്ചപ്പാടുകൾ പിൻതലമുറക്കാരും ആ സുവിശേഷത്തിൻ്റെ ബാറ്റൺ ഏറ്റെടുക്കണമേ എന്ന് ഇന്ന് രാത്രി ഒരു ദൈവദാസനാകുന്ന ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. ഇന്നലെ രാത്രി കറക്റ്റ് സമയം തുടങ്ങി, കറക്റ്റ് അവസാനിച്ചു. ഇന്ന് രാത്രി 9:25 അവസാനിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ കൃത്യസമയത്ത് തന്നെ സമയം തന്നിട്ടുമുണ്ടല്ലോ. ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തികൾക്കോ അതല്ല എതിരല്ല സുവിശേഷ മഹായോഗം. ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. പണം കെട്ടിവെച്ചതുകൊണ്ടോ കുറേ പണം കിട്ടിയത് കൊണ്ടോ അല്ല സുവിശേഷവും. കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങനെ പറഞ്ഞ് അമേരിക്കക്കാർ പണം തന്നിട്ട് പെന്തിക്കോസ്തുകാർ യോഗം നടത്തുന്നതെന്ന്. ഞാൻ അവർക്ക് അമേരിക്കക്കാർ ഇന്നത്തെ ചരിത്രം അയച്ചു കൊടുത്ത് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക പൈസയ്ക്ക്, പിന്നെ അങ്ങോട്ട് പൈസ അയക്കുന്ന സോദരം അവിടെ ഇല്ലാതിരിക്കുക. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത നാണയത്തൊട്ടും അനേകം പേരുടെ കണ്ണുനീരും കൊണ്ട് ഒരു വർഷം കൂടി പുതുവർഷത്തിൽ ചെന്നിയോടിനെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട് ഈ സുവിശേഷ മഹായോഗം ഇവിടെ നടക്കുന്നത്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നലെ രാത്രിയിൽ ഒരു ഭാഗം തൊട്ടുവെച്ച് ഇന്നലെ രാത്രി പ്രഥമ രാത്രി നാം 10 വാക്യങ്ങൾ വായിച്ചു. മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. 2 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. അതിനെ ഇന്നലെ ഞാൻ അന്തിമ ദിനത്തിലേക്ക് വരച്ച് കാണിച്ചു. എസക്കേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെക്കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ്മേശക് ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗയെ, ഞാൻ നിനക്ക് വിരോധമായി റഷ്യയ്ക്ക് ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിച്ച് അന്ത്യദിനത്തിൽ ഇസ്രായേൽ പർവ്വതനിരകളിൽ എത്തിക്കും. ഈ യുദ്ധം ഒരു അന്തിമ യുദ്ധത്തിലേക്ക്, അതുകൊണ്ട് അത് തീരാത്ത 2 വർഷമാകുന്നു. എസക്കേൽ 38:7-8 ഇന്നലെ രാത്രി വായിച്ചു. നിരന്തരം ശൂന്യമായി കിടന്നതും അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനം മടങ്ങി വരുന്ന ഒടുക്കം നിന്നെ ഒരു രാജ്യത്തിൽ റഷ്യയെ കൊണ്ടുവരും. ഇസ്രായേൽ പർവ്വതനിരകൾ. ലോകം 2 ചേരിയിലാവും. അവരോടൊപ്പം റഷ്യയോടൊപ്പം പാർസികൾ, അഫ്ഗാൻ, ഇറാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിന്നോടൊപ്പം പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശ്യർ എത്യോപ്യ രാജ്യം, ഫ്യൂത്യർ ലിബിയ രാജ്യം, ഗോമേർ എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു രാജ്യം, തോകർമാഗ്രഹം തുർക്കിയിലെ തോയ്ബർദോഗൻ ഇന്ന് റഷ്യയോട് നിൽക്കുന്നു. സൗദി അറേബ്യ മുഴുവൻ ഇന്ന് ഗാസ വിഷയത്തിൽ റഷ്യയോട് നിൽക്കുന്നു. അവരൊരു ചേരിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ആക്രമണം തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടു, ഇസ്രയേലിനകത്ത് 4 ലോക നേതാക്കളെത്തി. അമേരിക്കയുടെ ബൈഡൻ എത്തി, അത് കഴിഞ്ഞ് ബ്രിട്ടൻ്റെ ഋഷി സുനക് എത്തി, ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ മാക്രോൺ എത്തി, അത് കഴിഞ്ഞ് കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ എത്തി. അത് ഇന്നലെ രാത്രി ബൈബിൾ പ്രകാരം എസക്കേൽ 38:13 അവർ ആരൊക്കെ നിന്നോട് കൂടെ ശബയും ദദാനും, ഇന്നത്തെ യമൻ, അത് ദദാൻ, തർശീഷ് വർത്തകങ്ങൾ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 5 രാഷ്ട്രങ്ങൾ ഇന്നും ഇസ്രായേലിന് സപ്പോർട്ട്. അതുകൊണ്ട് യുദ്ധം തീരാത്തത്. ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അമേരിക്ക. ബാലസിംഹങ്ങൾ ഇന്നലെ ഞാൻ വരച്ചു കാട്ടി.
സാമ്പത്തിക മാന്ദ്യമില്ലാതെ ജപ്പാൻ, ഇന്ത്യ, തായ്ലൻഡ് ഈ രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലിനോട് നിൽക്കുന്നത്. അതാ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യ ദിവസം തന്നെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അവരവരോട് നിന്നെ കൊള്ളയിടുവാനോ കവർച്ചയിടാനോ. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് 3 കാര്യങ്ങൾക്ക്: 1 ധാതുലവണം, 2 ഏറ്റവും നിർണായകമായ ഗ്യാസ്, 3 ക്രൂഡ് ഓയിൽ. ആ ക്രൂഡ് ഓയിൽ ഉണ്ടെന്ന് ഇന്നലെ വചനം ആവർത്തനം 33:24 നാം ശ്രദ്ധിച്ചു. ആശ്ലേയറിനെ കുറിച്ചുള്ള അവൻ്റെ വാഗ്ദത്തം, അവൻ പുത്രസമ്പത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ്റെ കാൽ എണ്ണയിൽ മുങ്ങട്ടെ. ഇസ്രായേലിൽ 2 കിണർ മാത്രമേ ഇതൊരു ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ലവിയാദാൻ, താമാർ. അവരുടെ ആവശ്യത്തിന് മാത്രമേ എണ്ണക്കിണർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ഇനി ബാക്കി കിടക്കുക. അതിനുവേണ്ടി റഷ്യ ആക്രമിക്കും. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി ആ സമയം ഇടവേളയ്ക്ക് പോയി. ഇപ്പോൾ ഇസ്രായേലിനെ കാക്കുന്നത് അയൺ ഡോം. യെശയ്യാ പ്രവചനം 31:5 പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ എൻ്റെ ജനമായി ഇസ്രായേലിനെ ഇപ്പോൾ ഞാൻ കാക്കും. പക്ഷേ അത് തകർന്നു തുടങ്ങി. ഇന്ന് രാത്രി അത് ചിന്തിക്കും. അതിനുശേഷം ഇന്നലെ രാത്രി വായിച്ചു, കോവിഡിൻ്റെ മറവിൽ ഇസ്രായേലിൻ്റെ നേതാക്കൾ പറഞ്ഞ എല്ലാവർക്കും മടങ്ങി വരാം. എസെക്കിയേൽ 36:24 ചിതറിപ്പോയ ദേശത്തു നിന്നും ലോകരാജ്യങ്ങളിൽ നിന്നും നിങ്ങളെ മടക്കി വരുത്തി ഇസ്രായേൽ ദേശം നിങ്ങളുടെ കരങ്ങളിൽ പൂർണ്ണമായി തരും. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി അന്തിമയുദ്ധം എത്തുന്നത് ജെറുസലേമിലേക്ക്. അത് നാളെ നാം തൊട്ടുവെക്കും. അതിനാസ്പദമായി ഇന്നലെ രാത്രി കുഞ്ഞ് വായിച്ചു സഹായിച്ചു. മത്തായി 23:37 ഒരു കോഴി തൻ്റെ കുഞ്ഞിന് ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ യെരൂശലേമേ നിന്നെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. നിൻ്റെ മക്കളെല്ലാം നിലവിളിക്കുന്നൊരു കാലം വരുമെന്ന് യേശുക്രിസ്തുവിൻ്റെ വചനം ഇന്നലെ രാത്രി. അതിനോടനുബന്ധിച്ച് 2021 അനേകം പേർ മാറ്റപ്പെട്ടപ്പോഴും ധന്യനായ ലൂക്കോസ് വൈദ്യൻ എഴുതിയ സ്വർഗത്തിൻ്റെ ഒരു ഉപമ ഇന്നലെ രാത്രി. മുന്തിരിത്തോട്ടത്തിൽ നട്ട ഒരു അത്തി ഉണ്ടായിരുന്നു. എങ്ങനെയോ അത്തി അവിടെ പച്ച പിടിച്ചു വന്നു. 3 വർഷമായി നോക്കിയിട്ട് ഒരു ഫലവുമില്ല. സ്വർഗം തോട്ടക്കാരനോട് പറഞ്ഞു, ഒരു കോടാലി എടുത്തു കൊണ്ടുവരണം, വെറുതെ ചെന്നിയോട് നിൽക്കുക, ഇതിനെ അങ്ങ് തീർത്തേക്കണം. ഇടിവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിനോട് നോക്കി പറഞ്ഞപ്പാ, ഒരു കൊല്ലവും കൂടി ഇതങ്ങ് നിന്നോട്ടെ, ഞാൻ കളയ്ക്കാം, വളമിടാം, അല്പ വെള്ളം കൊടുക്കുക. 2024 ഒരു കുഞ്ഞു ഫലമെങ്കിലും കായ്ച്ചെങ്കിലോ. അതുകൊണ്ട് ഇന്നലെ രാത്രി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ദൈവമക്കളെ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം രാത്രി അവസാനിച്ചു. ഇന്ന് രാത്രി അതിൻ്റെ 2-ാം ഭാഗമാണ്. ഇതിൻ്റെ 3-ാം ഭാഗം. ഇന്ന് രാത്രി ആമോസിൻ്റെ പ്രവചനവും നാളെ രാത്രി സക്രിയ പ്രവചനവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വെളിപ്പാടും അതുപോലെ ദാനിയേൽ 1 പ്രസംഗത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്തിമ കാര്യങ്ങളിൽ മാത്രമായിരിക്കും പ്രതിപാദിക്കുന്നത്. 2 മുന്നറിയിപ്പുകൾ ഇന്നലെ പറഞ്ഞുകൊണ്ട് സുവിശേഷ മഹായോഗം തുടങ്ങി. ഈ രാത്രിയും 2 മുന്നറിയിപ്പുകൾ പറയും. 8:40 സ്വോത്ര കാഴ്ച 9:20 യോഗം അവസാനിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ഇന്നലെ നടത്തിയ മുന്നറിയിപ്പുകളുടെ ബാക്കി ഭാഗമായി കോവിഡ് കാലത്ത് നാം എല്ലാം വീട്ടിലിരുന്ന സമയത്ത് വൻകിട മാളുകൾ, ലോകരാജ്യങ്ങൾ മുഴുവൻ വൻകിട മാളുകൾ. നമുക്ക് ഏവർക്കും അറിയാം, ഒരു കാലത്ത് കടക്കൂട്ടം മുതൽ ചാക്ക അല്ലെങ്കിൽ കോവളം വരെ മനുഷ്യരാരും നടന്നും പോലും പോകത്തില്ല. കുറച്ച് കണ്ടൽക്കാട് വെച്ചിട്ട് കായലും പിടിച്ചു പറയന്മാരുമായിരുന്നു. സ്വോത്രം. ഇന്ന് കടക്കൂട്ടത്തുനിന്ന് അമേരിക്കയിലെക്കാളും നല്ല ഹൈവേ കോവളത്തേക്ക്. സ്വോത്രം. അതിന് മാത്രമല്ല, എൻ്റെ സൈഡിൽ എത്ര മാളുകൾ വന്നു. റിലയൻസ് വന്നു, ട്രാവൻകൂർ വന്നു, ലുലു വന്നു, ഇനി അത് കഴിഞ്ഞിട്ട് ആദിത്യ വരുന്നു, അത് കഴിഞ്ഞ് മോർ വരുന്നു. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ട് ഇസ്രായേലും വന്ന് ഇവിടെ സ്ഥലം നോക്കിയിട്ട് പോയെന്ന്, വാൾമാർട്ട്. പിന്നെ ബാക്കി എല്ലാവരുടെയും കാര്യം ശരിയായി. സ്വോത്രവും വന്നു കഴിഞ്ഞാൽ സ്വോത്രം. എല്ലാവർക്കും പെട്ടിയും കിടക്ക എടുക്കാം. സ്വോത്രം. അതും വരാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മദർ മാളുണ്ട്. നമ്മുടെ ഇവിടെ മാവേലി സപ്ലൈകോ ഒക്കെ നിങ്ങൾ പോകാറുണ്ട്. അതിൻ്റെ ഒരു കേന്ദ്ര ഓഫീസ് വള്ളക്കടവിലുണ്ട്. അതുപോലെ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു കേന്ദ്ര ഓഫീസ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. പലരും പറയുന്നു സൗദി അറേബ്യയിലെ നിയോം സിറ്റി അല്ല, എതിർ ക്രിസ്തുവിൻ്റെ മാൾ, പഴയ ബാബയിൽ. അതാ ചൂട് കട്ട കൊണ്ട് നിമ്രോദിൻ്റെ കാലത്തുണ്ടാക്കിയ മാൾ ഇന്ന് രാത്രി ഇറാഖിൽ പണിയുന്നു. അതൊരു വലിയ പ്രസംഗമാണ്, മഗദിയാം ബാബിലോൺ. അത് മറ്റൊരിടത്ത് പ്രസംഗിച്ചു തരാം. ഇന്ന് രാത്രി ആ മാളിൻ്റെ പ്രത്യേകത, ഇറാഖിൻ്റെ തലസ്ഥാനമാണ് ബാഗ്ദാദിൽ നിന്ന് നല്ല റോഡുണ്ട്. അതിൻ്റെ പേര് ഇർബിൽ, നജഫ്. ആ റൂട്ടിലാണ് 1000കണക്കിന് ഏക്കറിനകത്ത് ജപ്പാൻ്റെ പണം കൊണ്ട് 2009 ഒരു മാൾ ആരംഭിച്ചു കഴിഞ്ഞു. കോവിഡ് കാലത്തും പണി നടക്കുന്നു. നിങ്ങളുടെ മൊബൈലിനകത്ത് എഴുതിയിട്ടുണ്ട് ട്രേഡ് ബാബിലോൺ, വ്യാപാര ബാബിലോൺ. അതിന് പിന്തുണ കൊടുക്കുവാനാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇറാഖിലെത്തിയ അന്ത്യകാലം. ഇതെല്ലാം മനുഷ്യൻ കണ്ണു തുറന്ന് കാണുന്നു. ഇന്ന് രാത്രി ആ മാളിൻ്റെ പ്രത്യേകത പറഞ്ഞു തരാം. എന്താ അതിൻ്റെ പ്രത്യേകത? വെളിപ്പാട് 18:11 ഭൂമിയിലെ വ്യാപാരികൾ, തിരുവനന്തപുരത്തെ നല്ല ഭൂമിയിലെ വ്യാപാരികൾ, ഗ്ലോബൽ എക്കോണമി വരുന്ന കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ബിസിനസ്മാൻ അവിടെ എത്തും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്നെ, മുത്തേ, കുന്തിരിക്കം, വെള്ളി, നേരിയ തുണി, ആട്ടിയ മാവ്, ഇതെല്ലാം ആ മാളിൽ. അതിനോടനുബന്ധിച്ച് വെളിപ്പാടിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ ജീവൻ ഈ മാളിനകത്ത് കിട്ടും.
ഇന്ന് ചെന്നിയോടിരിക്കുന്ന ദൈവമക്കൾ, ഈ കാട്ടാക്കട റോഡിൽ ഒരു മനുഷ്യനെ തല ആക്സിഡൻ്റായി മസ്തിഷ്കം ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞാൽ അവൻ്റെ താഴോട്ടുള്ള ഓർഗൻസിന് ഒരു കുഴപ്പമില്ല. കിഡ്നിക്ക് കുഴപ്പമില്ല, ലിവറിന് കുഴപ്പമില്ല, ഹാർട്ടിന് കുഴപ്പമില്ല. അത് പടപട മെഡിക്കൽ കോളേജിൽ നിന്ന് കട്ട് ചെയ്താൽ 8 മണിക്കൂർ കൊണ്ട് എവിടെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ ഐസ് ക്യൂബിനകത്ത് വെച്ചാൽ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അതാണ് ഇന്നത്തെ മെഡിക്കൽ സയൻസ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സയൻസ് ഒരു വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. ഒരു മനുഷ്യൻ്റെ അവയവം 14 വർഷം ഒരു കേടും കൂടാതെ ഒരു ഫ്ലൂയിഡിനകത്ത് സൂക്ഷിക്കാം. അതിൻ്റെ പേര് അനിമാറ്റിക് ഫ്ലൂയിഡ്. ഇനി കാട്ടാക്കട നിങ്ങൾ നെയ്യാർ മെഡിസിറ്റിയിൽ രക്തത്തിന് പോയി കഴിഞ്ഞാൽ രക്തമില്ലെങ്കിൽ ആ ക്രോസ് മാച്ച് ചെയ്ത് പേപ്പർ കൊടുത്താൽ തിരുവനന്തപുരത്ത് മാളിനകത്ത് നിന്ന് രക്തം കിട്ടും. അന്ത്യകാലം അവയവ കച്ചവടം, മനുഷ്യൻ്റെ കിഡ്നിയും ലിവറുമെല്ലാം എവിടെ കിട്ടുമെന്നറിയാമോ? മാളിനകത്ത് കിട്ടുന്ന ഒരു കാലം വരും. 14 വർഷം ഒരു മനുഷ്യൻ്റെ അവയവം സൂക്ഷിക്കാം. പഴയ കാലത്ത് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇവിടെ ഇരിപ്പുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ മാങ്ങ പടപടാ പറിച്ചിടുമ്പോൾ ഈ മാങ്ങ ചതയാത്ത മാങ്ങയെല്ലാം അമ്മച്ചിമാർ തോർത്തിൽ വാരിക്കെട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നല്ലോണം കഴിയതിന് ശേഷം ഭരണിക്കകത്തോട്ട് അവനെ കയറ്റും. കുറച്ച് ഉപ്പ് നീര് ഒഴിക്കും, കാന്താരി ഒഴിക്കും, ഒറ്റ അടപ്പടയ്ക്കും. പിന്നെ പിള്ളേർ പോലും തൊടാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ തലയിൽ കൂടെ തുണി വെച്ചൊരു കെട്ടിട്ടു. എന്നിട്ട് എന്തോ ചെയ്യുമെന്നറിയാം, അവനെ മൂടി വെക്കുക. 6 മാസം കഴിയുമ്പോൾ പഴങ്കഞ്ഞിക്കടുത്ത് നല്ലോണം ഞെവിടി കഴിക്കും. സന്തോഷമില്ലല്ലോ? ആ പഴങ്കഞ്ഞിയെല്ലാം ഇപ്പം പിള്ളേരുടെ മനസ്സിൽ നിന്ന് പോയി. സ്വോത്രം. പഴങ്കഞ്ഞി കുടിച്ചവരും മിണ്ടുന്നില്ല. സ്വോത്രം. അന്നേരമാണ് ഈ മാങ്ങ ചവയ്ക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഈ മാങ്ങ ഭരണിക്കകത്ത് ഇട്ട് വെക്കുന്നത് പോലെ മനുഷ്യൻ്റെ അവയവം 14 വർഷം സൂക്ഷിപ്പാൻ ഇന്ന് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ച ഫ്ലൂയിഡിൻ്റെ പേര് അനിമാറ്റിക് ഫ്ലൂയിഡ്. ബൈബിളിനകത്തുണ്ടോ? കോവിഡിൻ്റെ മറവിൽ ഈ മാൾ. സെക്കരിയ പ്രവചനം 5:11 നിങ്ങളുടെ ബൈബിളിലുണ്ട്. അവൾക്ക് ശീനാർ ദേശത്ത് ഒരു വീട് പണിവാൻ പോകുന്നു. വീട് പണിഞ്ഞാൽ അവിടെ സ്വസ്ഥാനത്താക്കും. അതിൻ്റെ പേര് ട്രേഡ് ബാബിലോൺ കം ടു ഇറാഖ്. മുഴുവൻ മൊബൈലും അന്ത്യകാലത്തിലേക്ക് ഒരു വ്യാപാരമാൾ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇന്ന് രാത്രി മിക്ക രാജ്യങ്ങളിലും പോകുന്നതിന് ഇന്ന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും നിർണായകമായ സംഭവം പറഞ്ഞു തരാം. നമ്മുടെ ഇവിടെ ഇന്ന് ഈ കാട്ടാക്കടയോ അല്ലെ ഊരുട്ടമ്പലത്തോ ഒരു ലാബിൻ്റെ മുമ്പിൽ RT-PC എഴുതിയിട്ടില്ല, ആൻറ്റിജനും എഴുതിയിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഇൻഫ്രാറെഡ് മീറ്ററൊക്കെ പണ്ട് ചർച്ച കീക്കി അടിക്കാൻ മേടിച്ചതൊക്കെ എവിടെ പോയോന്ന് പോലും അറിയത്തില്ല. അതൊക്കെ കാണാൻ പോലുമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനങ്ങളുണ്ടായിരുന്നു. മാസ്കൊക്കെ ഉണ്ടായിരുന്നു. ഉപദേശിമാരൊക്കെ മാറ്റി നമ്മളെപ്പോലുള്ളവരൊക്കെ മാറ്റിക്കഴിഞ്ഞു. സാനിറ്റൈസർ ഉണ്ടായിരുന്നു. എന്തായാലും റേഷൻ കടയിൽ മണ്ണെണ്ണയില്ലാഞ്ഞ് വന്നപ്പോൾ ചിന്നമ്മ സിസ്റ്റർ റബ്ബറിൻ്റെ ബറബിൻ്റെ കൂടെ അവനെയും കൂടെ കൂട്ടി കത്തിച്ച് ഇന്ന് ഡബ്ബ പോലുമില്ല. സകലതും തീർന്നു പോയി. ഇതെല്ലാം മാറിയിട്ടും ഇന്ന് ചില രാജ്യങ്ങളിൽ പോകുവാൻ തിരുവനന്തപുരത്ത് എയർപോർട്ട് ഇമിഗ്രേഷനിൽ ചെല്ലുമ്പോൾ ചില പ്രത്യേക രാജ്യങ്ങളിൽ അവിടെ സർക്കിൾ ഇൻസ്പെക്ടർമാരെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ അവരിങ്ങനെ എടുത്ത് ചോദിക്കും, നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നോ താങ്കൾ? എന്നിട്ട് ചോദിക്കും, അത് പാസ്പോർട്ടുമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ, ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ആരും ഒന്നും പറയണ്ട. അതിനകത്തൊരു ബാർകോഡുണ്ട്, നമ്മുടെ ഫോട്ടോയുടെ പുറത്തായിട്ട് ഇങ്ങനെ നമ്പർ അടിക്കുന്നത്. അത് ആ പുള്ളിയുടെ ലാപ്ടോപ്പിലോട്ട് കാണിക്കുമ്പോൾ ഒരു പച്ച ലൈറ്റ് കത്തും, ലിങ്ക് വിത്ത് ആധാർ വാക്സിനേറ്റഡ് അഥവാ ആധാർ നമ്പർ വാക്സിനേറ്റഡ്. അവർക്ക് മാത്രമേ ചില രാജ്യങ്ങളിൽ പോകാൻ പച്ച ലൈറ്റ് കത്തത്തുള്ളൂ. അല്ലാത്തവരോടടുത്ത് പറയും ആ രാജ്യങ്ങളിൽ വാക്സിനേറ്റഡ് അല്ലാത്തവർ പോകാൻ പറ്റത്തില്ല. കോവിഡും മാറി 36,000 കേസുകളുമൊക്കെ പതിയെ മാറിയപ്പോൾ ചില രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ബാർകോഡ് ലിങ്ക് ചെയ്ത് ഗേറ്റ് തുറക്കണമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വരാൻ പോകുന്ന മുദ്ര. ഞാനല്ല, ഏഷ്യാനെറ്റിൻ്റെ ഇന്നത്തെ ചെയർമാനായ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കേന്ദ്രമന്ത്രി. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ ഒരു കോൺഫറൻസിൽ പോയി ChatGPT അഥവാ ഗ്രോക്ക്, സോഫിയയുടെ മൂത്ത ചേച്ചിമാരെ വെച്ചുകൊണ്ടൊരു കോൺഫറൻസ് അത് സംഘടിപ്പിച്ച യഹൂദൻ്റെ വ്യവസായി എലോൺ മസ്ക്. ഇന്ന് രാത്രി അത് ചിന്തിക്കാം. എലോൺ മസ്ക് അവിടെ വെച്ച് പുള്ളിക്കാരനോട് പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു, മോഡി സാറിൻ്റെ പ്രിയ സഹോദര, ഇന്ത്യയിൽ 150 കോടി ജനമുണ്ട്, ഇവരെന്തോ ചിന്തിക്കുന്നെന്ന് ആർക്കറിയാൻ പറ്റുമെന്ന്. സ്വോത്രം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, അവൻ്റെ ചിന്ത എവിടെ കിട്ടാൻ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനൊരു ചിപ്പ് വെച്ച് തരാം, സാറ്റലൈറ്റ് വഴി മനുഷ്യൻ്റെ മൈൻഡ് റീഡ് ചെയ്ത് കൊണ്ടുവരാം. അതിൻ്റെ പേരാ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ഊറ്റിയെടുക്കുന്ന മൈക്രോ ചിപ്പ് കൊടുക്കാൻ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ എലോൺ മസ്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ വില്ലിങ്ങെങ്കിൽ 150 കോടി ജനത്തെയും കൈകളിലേക്ക് മൈക്രോ ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. ഇന്ന് രാത്രി വിശുദ്ധ വെളിപ്പാട് 13, 16, 17, 18 ഇവിടെ അന്നാളിൽ വലിയവൻ, ചെറിയവൻ, സമ്പന്നൻ, ദരിദ്രൻ, ദാസൻ അവരെല്ലാം കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞു. കോവിഡിൻ്റെ മറവിൽ വാങ്ങുവാനും വിൽക്കുവാനും അന്നാളിൽ ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, സമ്പന്നൻ, ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. ഇവിടെ 36,000 കോവിഡ് കേസ് വന്നപ്പോൾ നമ്മുടെ സഹോദരി വീണ ജോർജ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് സൂപ്പർ മാർക്കറ്റ്, 2 ഡോസ് എടുത്തവർക്ക് ബാങ്കിൽ കയറാൻ പറ്റൂ, അങ്ങനെയൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചായിരുന്നു. പക്ഷേ
അതല്ല ഹ്യൂമൻ്റെ മനുഷ്യൻ്റെ ആത്യന്തികമായ ആവശ്യം. വാക്സിൻ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ഇന്ത്യൻ പീനൽ കോഡ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം കേന്ദ്രത്തിൻ്റെ MP ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം പിറ്റേന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇവിടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ബാധകമല്ല, ആർക്കും എവിടെയും പോകാൻ, ചൂട് നോക്കാം. എന്താ കാര്യം എന്നറിയോ? ആരെങ്കിലും കോടതി പോയി കഴിഞ്ഞാൽ വീണ ജോർജ് മറുപടി കൊടുക്കേണ്ടി വരും. ഒരു മനുഷ്യൻ്റെ ഇഷ്ടമാണ് ഏത് ഇഞ്ചക്ഷൻ പമ്പ് ചെയ്യണം, ഏത് ഇഞ്ചക്ഷൻ വെക്കണം. അതുകൊണ്ട് സർജറിക്ക് വിധേയമാകുന്നതിന് വിട്ട് ഒന്നുകിൽ നിങ്ങളുടെ ഒപ്പ് അല്ലെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ ഒപ്പ് മേടിച്ചിട്ട് ഡോക്ടർ കാര്യം ചെയ്യൂ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ പൂർണ്ണ സമ്മതം വേണം. അതുകൊണ്ട് വീണ ജോർജിനെ വെട്ടിക്കൊണ്ടാര് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ചൂട് നോക്കി എവിടെയും കയറാമെങ്കിൽ വരാനിരിക്കുന്നു മൈക്രോ ചിപ്പ്. ഇവിടെ ജ്ഞാനം കൊണ്ടാരംഭം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, ഇതൊരു മനുഷ്യൻ്റെ സംഖ്യ. മനുഷ്യൻ അക്കത്തിലേക്ക് മൈക്രോ ചിപ്പിലേക്ക് വഴിയാധാരമായ ആധാർ പിന്നത്തതിൽ നമ്മുടെ കൈമയിലും നെറ്റിമയിലും ബാർകോഡായി വരുവാൻ പോകുന്നു. ഇതൊരു അന്ത്യദിനത്തിലേക്ക്, ഒരു ദിനം കൂടി ഇന്ന് രാത്രി ഈ ലോക സംഭവങ്ങൾ കോവിഡിൻ്റെ മറവിൽ കാണുന്ന ദൈവമക്കൾ പറയണം, ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായി. ഒരിക്കൽ കൂടി ചെന്നിയോടെ കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ ചക്രം ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ്റെ കാഹളം വാനിൽ മുഴങ്ങുമെന്ന് കൺവെൻഷന്റെ രണ്ടാമത് കൂട്ടത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി വിശ്വാസതയോടെ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുക കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ചെന്നിയോടെ ദൈവമക്കളെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം. ആമോസിന്റെ പ്രവചനം 4:11-12 വായിച്ചിട്ട് കുഞ്ഞേ. ദൈവം സോദോമിനെയും ഗോമറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ, അവരുടെക്ക് ലോത്തിന്റെ കാലത്ത് ഒരു ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. അതാ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ നിങ്ങൾ ചിതറി. അടുത്ത വാക്ക്, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായി. ലോകരാജ്യങ്ങൾ നിങ്ങളെ ചവിട്ടി മതിച്ച് അവരുടെ പടക്കളങ്ങളിലും യുദ്ധക്കളങ്ങളിലുമെല്ലാം നിങ്ങളുടെ കയ്യും കാലും വെട്ടിമാറ്റി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പച്ചയ്ക്ക് മാംസങ്ങൾ തിന്ന ഒരു ഭരണകൂടത്തിന്റെ നടുവിൽ നിന്നൊരു കൊള്ളി പോലെ നിങ്ങളെ ഞാൻ വലിച്ചെടുത്തു ഇസ്രായേൽ. അടുത്തത്, എന്നിട്ടും നിങ്ങൾ ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സർവശക്തന്റെ മുഖത്തേക്ക് ഇതുവരെ നീ നോക്കിയിട്ടില്ല. അതുകൊണ്ട് വായിക്കാമോളെ, അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ചില കാര്യങ്ങൾ നിന്നോട് ചെയ്യാൻ പോകുന്നത് അതിന്റെ സാമ്പിൾ വെടിക്കെട്ടായി രാത്രി ചിന്തിക്കുന്നത് തുടങ്ങി. ഒക്ടോബർ 7 ഇസ്രായേൽ ഗാസ നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. പല ഫെയ്ത്തോമിന്റെ വാദക്കലും ഈ വാക്ക് എഴുതി വെക്ക്. ആമോസ് 4:12 ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ദൈവസന്ധിയിൽ സമർപ്പിക്കാം. വലിയ സന്തോഷമൊന്നുമില്ല. ഇന്നലെ രാത്രി തണ്ടി കുഞ്ഞുങ്ങൾ പാടിയിട്ട് ഞാൻ കൈയടിക്കാൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ അടിച്ചില്ല. സ്വോത്ര സന്തോഷമില്ലല്ലോ. ഇന്ന് സുനിൽ പാസ് എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ലോത്തിന്റെ ഭാര്യയുടെ കണക്ക് തന്നെ ഇരിക്കുക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ 6 മണിയായപ്പം തൊട്ട് നെഞ്ചുകീറി പാട്ട് പാടി നല്ല ഗാനങ്ങൾ പാടിയിട്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു ദിനം കൂടി കർത്താവ് എന്നെ കൊണ്ടുവന്നത് ഞാൻ കഴിച്ച ആഹാരത്തിൻ്റെ മഹത്വമല്ല, ഞാൻ ഓടിച്ച വണ്ടിയുടെ മഹത്വമല്ല, ഞാൻ കിടന്നുറങ്ങിയ വീട്ടിൻ്റെ റൂഫിൻ്റെ മഹത്വമല്ല, എന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് ഇന്ന് രാത്രി കരം പിടിച്ച് ഉയർത്തിയ ദൈവം. എൻ്റെ സമപ്രായക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ കിടക്കുന്നു. കുറേ എണ്ണം PRS വെന്റിലേറ്ററിൽ കിടക്കുന്നു. കിംസിൻ്റെ പടിവാതിക്കൽ പലരും തൻ്റെ പ്രിയപ്പെട്ടവർ ICUവിൽ കിടക്കുന്ന ഒരു മറുപടി കാത്തുകൊണ്ട് വാതിക്കലിരിക്കുമ്പോൾ ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി സന്തോഷത്തോടെ ഈ ഗ്രൗണ്ടിനകത്ത് വന്ന് കസേരയ്ക്കകത്തിരുന്ന നാഥൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ദിനം കൂടി പ്രാർത്ഥിപ്പാൻ മഹാദൈവം പുതുവർഷത്തിൽ എനിക്കൊരവസരം തന്നെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? നമ്മുടെ കഴിവെല്ലാം എടുക്കെല്ലാം നോക്കിയ ഡോക്ടറിൻ്റെ മഹത്വമല്ല, കുടുംബത്തിൻ്റെ പാരമ്പര്യമല്ല. ഇന്ന് രാത്രി ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ആ കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ആ ദയ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷം എൻ്റെ
ഭാരമുള്ള ഒരു വിഷയത്തിനകത്ത് ഒരു മറുപടിയെങ്കിലും എൻ്റെ പ്രിയ കർത്താവ് തന്നെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അതരം തുറന്ന് ദൈവത്തെ ഇന്ന് രാത്രി ചതഞ്ഞ ഓടവിടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരികെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചലിക്കണമെന്ന്. നയിൻ്റെ പട്ടണത്തിൽ ഒരു വിധവ, അവൾ വിധവയാകുന്നതിന് മുമ്പ് സുന്ദരനായ ഒരു ഭർത്താവായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിനകത്ത് ആ പ്രിയപ്പെട്ടവൻ മാറിപ്പോയി. 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച ഏക മകനായിരുന്നു ആശ്രയ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞും മരണപ്പെട്ടു പോയി. ആ കുഞ്ഞിനെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുക. ശവമഞ്ച ശരിയായി ചുമക്കുന്നവർക്കൊന്നും വേദന അറിയത്തില്ല. പക്ഷേ ഹൃദയം നുറുങ്ങിയ അമ്മയുടെ വേദന കണ്ട് ശവമഞ്ചത്തിനെതിരെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ഒരുവൻ വന്നു, ജീവന്റെ നായകൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം, ഇന്ന് രാത്രി നിന്റെ ആസ്തികളെ ചലിപ്പിക്കുന്ന ദൈവം, ഇന്ന് രാത്രി ചാവാറായ ശേഷിപ്പുകളെ ചലിപ്പിക്കുമാറാക്കുന്ന ദൈവം, അമ്മയുടെ വേദന അറിഞ്ഞ് വിലാപങ്ങളെ നൃത്തമാക്കുന്ന നാഥൻ എവിടെ വന്നു? ചലിച്ച് ചേതനയേറ്റ് കിടക്കുന്ന, ഓ ഹല്ലേലൂയ, ശവപ്പെട്ടിക്കകത്ത് എൻ്റെ നാഥൻ്റെ കരമൊന്നിറങ്ങി വന്നപ്പോൾ നയിൻ്റെ പട്ടണത്തിൽ വിധവയുടെ മകൻ്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി. അവൻ്റെ രക്തത്തിൻ്റെ പമ്പുകൾ ക്ലിയറായി തുടങ്ങി. അവൻ്റെ കണ്ണുകൾ തുറക്കുവാൻ തുടങ്ങി. അവൻ്റെ മുടികളൊക്കെ എഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശു ക്രിസ്തുവിൻ്റെ നാമം ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ചില ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽപ്പാ, ചില കിഡ്നി രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, ഡെഡായ ചില ഓർഗൻസ് ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ അടിപ്പിണറിൻ്റെ കരമിറങ്ങി വരുമ്പോൾ താനെ ചലിക്കുന്ന രാത്രിയായി ഡോക്ടറെ തള്ളിക്കളഞ്ഞ ചില കേസുകൾ ഈ കൺവെൻഷനകത്ത് വചനം പെയ്തിറങ്ങുമ്പോൾ, ആരാധന പെയ്തിറങ്ങുമ്പോൾ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശുവിൻ്റെ നാമത്തിൽ ചിലത് ചാടി എഴുന്നേൽക്കുക. ഇന്ന് രാത്രി ആത്മഹത്യ കൊതിച്ചുകൊണ്ട് കുടുംബത്തിനകത്ത് കിടക്കുന്ന ചിലത്, മദ്യപാനത്തിൻ്റെ കെട്ടിനകത്ത് ഇന്ന് രാത്രി കിടക്കുന്ന ചിലത്, മയക്കുമരുന്നിൻ്റെ ഇമ്പത്തിനകത്ത് അപ്പനെയും അമ്മയും തിരിച്ചറിയാത്ത ചിലത് ഇന്ന് രാത്രി ചാടി എഴുന്നേൽക്കുക. മഹാദൈവത്തിൻ്റെ കരം നയിൻ്റെ പട്ടണത്തിലെ വിധവയുടെ മകൻ്റെ ശരീരത്തിൽ തൊട്ടതുപോലെ ഈ രണ്ടാമത് രാത്രി അങ്ങയുടെ ദിവ്യ കരം ഇന്ന് രാത്രി പട്ടണത്തിൽ തൊടുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദ പീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ദൂതസഞ്ചയവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. സാറാബുകളുടെ ചെറുകടി ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മുഴങ്ങുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അങ്ങയുടെ തിരുശബ്ദം ഇന്ന് രാത്രി ചെന്നൈയോട് മുഴങ്ങുമ്പോൾ അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന അങ്ങയുടെ തിരുശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന അങ്ങയുടെ തിരുശബ്ദം ഇന്ന് രാത്രി പെരുവെള്ളത്തിന് മീതെ മുടങ്ങുന്ന തിരുശബ്ദം, ഇന്ന് രാത്രി കാദേശ് മരുഭൂവിനെ നടുക്കുന്ന ദിവ്യ ശബ്ദം, ഇന്ന് രാത്രി മാൻപേടകളെ പ്രസവിക്കുമാറാകുന്ന ശബ്ദത്തിൻ്റെ ധ്വനി ഈ പട്ടണത്തിനകത്ത് ഈ ബോക്സിൻ്റെ വീതിയിൽ മുഴങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളെ തോലുരിച്ചു മാറ്റിയതുപോലെ ചില പാരമ്പര്യത്തിൻ്റെ ബന്ധനങ്ങൾ തകരുക, ചില രോഗത്തിൻ്റെ ദുഷ്ടശക്തികൾ തകരുക, ചില മയക്കുമരുന്നിൻ്റെ കെട്ടുകൾ ഇന്ന് രാത്രി തകരുക, ചില മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി തകരുക. അപ്പച്ചൻ്റെ തിരുശബ്ദം ഇന്ന് രാത്രി ഇവിടെ പുറപ്പെടണമേ. കാട്ടത്തിയുടെ മുഖത്തിരുന്ന ടാക്സ് ഓഫീസറായ സക്കായിയുടെ വീട്ടിനകത്ത് യേശു ഇറങ്ങിയതുപോലെ 2024 കൺവെൻഷനകത്ത് ചില കുടുംബങ്ങൾക്കകത്ത് രക്ഷകൻ ഇറങ്ങി ചിലരുടെ കരം പിടിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ രാത്രി സ്വർഗം അനുഗ്രഹിക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. കടന്നു വന്ന മക്കളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം കാക്കണം. ഒരു രാത്രി കൂടി വചനത്തിൻ്റെ പൊരുളുകളെ തിരിച്ചു തരുവാൻ എളിയവനെ ബലപ്പെടുത്തു. ആദ്യോടന്ത തിരുസാനത്തിൽ മറയ്ക്ക് ശബ്ദം വിളിച്ചുമല്ല അങ്ങ് കാത്തനുഗ്രഹിക്കുക. പ്രാർത്ഥന മാനിച്ചതിനെ നന്ദി, മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. കുഞ്ഞുങ്ങളുമായിട്ട് അനേകം പേർ വന്നു, അപ്പച്ചന്മാരൊക്കെ വന്നിട്ടുണ്ട്. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ ദൂരം താണ്ടി വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വായിച്ചത് ആമോസിൻ്റെ പ്രവചനം. ശ്രദ്ധയോടെ ഇരിക്കണേ മക്കളെ. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ, അതിനകത്ത് 17 പ്രവചനങ്ങളാണ്. 17 പ്രവചനത്തിൻ്റെ പ്രത്യേകത, മേജർ പ്രവചനങ്ങൾ 3 എണ്ണമാണ്. എസക്കേൽ പ്രവചനം, യിരെമ്യാ പ്രവചനം, യെശയ്യാ പ്രവചനം. അതുപോലെ തന്നെ ഇടപ്രവചനങ്ങൾ അഥവാ മിഡിൽ പ്രവചനങ്ങൾ 4 എണ്ണമാണ്. 1 ഹോശയ്യ, 2 സെക്കര്യാവ്, 3 ആമോസ്, 4 ദാനിയേൽ. ഇത് 2-ാം പ്രവചനം. 3-ാമത്തെ
ഏറ്റവും ചെറിയ പ്രവചനങ്ങളുണ്ട്. അതിൻ്റെ പേര് ഹബക്കൂക്ക്, നഹൂം, മീക്ക, യോവേൽ, മലാക്കി. ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് രാത്രി തെക്കോവയിലെ ആട്ടിടയനായ ആമോസ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 550 കൊല്ലം മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗം എഴുതിയത് ആമോസിൻ്റെ പ്രവചനം. 9 അധ്യായങ്ങൾ ആമോസിൻ്റെ പ്രവചനം, 146 വാക്യങ്ങൾ ആമോസിൻ്റെ പ്രവചനം. അധ്യായം 1 ഇസ്രായേലിൻ്റെ മേൽ ന്യായവിധി, 2 മോവാബിൻ്റെ മേൽ ന്യായവിധി, അതിനുശേഷം 3 അസഹിഷ്ണുത നിറഞ്ഞ ഇസ്രായേൽ ജനം, 4 കഷ്ടത അവരെ മാടി വിളിക്കുന്നു, 5 ഇസ്രായേലിനകത്ത് പാപം വരുന്നു, 6 കാര്യം അനീതി ചെയ്യുന്ന ഇസ്രായേലിനോട് ദൈവം വാഗ്ദത്തങ്ങൾ നിശ്ചയിക്കുന്നു, 7 ഒരു കുട്ട പഴത്തിൻ്റെ ദർശനം, 8 വെട്ടുക്കിളി ഇസ്രായേലിനെ വെട്ടുന്നു, 9 അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ സകല ജാതികളുടെ ഇടയിൽ നിന്ന് നിന്നെ അരിച്ച് അവസാനമായി നിന്നെ ഞാൻ മടക്കി വരുത്തും. ഇത് ആമോസിൻ്റെ പ്രവചനവും കർത്താവിൻ്റെ വരവ്. ഇന്ന് രാത്രി ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആമോസ് 4 ഇങ്ങനെ പറയുന്നു: സോദോമിൻ്റെയും ഗോമറയുടെ മേൽ ഞാനൊരു ഉന്മൂലനാശം വരുത്തിയതുപോലെ നിന്റെ മേൽ. അതാ പീലാത്തോസിൻ്റെ അരമനയിൽ അവർ വിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ലോകത്തിൻ്റെ 5 വൻകരകൾ, മട്ടാഞ്ചേരി, മാത്തഞ്ചേരി എന്നായിരുന്നു എൻ്റെ പേര്. ഈ മട്ടാഞ്ചേരി ആയത് ഈ യഹൂദൻ ഇംഗ്ലീഷ് ഈ മലയാളം അറിയാത്തതുകൊണ്ട് മട്ടാഞ്ചേരി മാത്തഞ്ചേരി വിളിച്ചാൽ മട്ടാഞ്ചേരി ആക്കിയതാ മട്ടാഞ്ചേരി ആയത്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കെ കരുണാകരൻ മത്സരിച്ച മാള, അത് മലയാളം വേടയല്ല, അത് യഹൂദൻ്റെ വേട, മായിലാക. അതുമാരാണെന്നറിയാമോ? യഹൂദന്മാർ. അങ്കമാലി, ചാലക്കുടി, കറുകുറ്റി എല്ലാമാർ പാർത്തു. 112 രാജ്യങ്ങൾ കുടിയേറിയവരാ യഹൂദൻ. അവനാ പീലാത്തോസിൻ്റെ അരമനയിൽ വിളിച്ച് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. എവിടെയെല്ലാം കിടന്ന് അവൻ നിലവിളിച്ചു. 1948 മെയ് മാസം 14-ാം തീയതി, ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. ആത്തി തളർത്തു. ഇന്ന് എത്ര വർഷമായെന്നറിയാമോ? 76-ാമത്തെ വർഷത്തിലേക്ക് പോവുക. എങ്കിലും ആമോസ് പറയുന്നു, ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് എൻ്റെ വാക്കനുസരിക്കാത്ത ഒരു ജനമായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേലിനോട് ദൈവം എന്ത് ചെയ്യും? ആ ഭാഗം അവിടെ നിന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷത്തോളമായി ഒരു യുദ്ധം നടക്കുന്നു. ഈ യുദ്ധം എവിടത്തേക്കെങ്കിലും ഇസ്രായേലിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഇന്നത്തെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാ. വേറൊരു പ്രസിഡന്റ് ഉണ്ട്, ആരാ? നമ്മുടെ ഉക്രൈൻ്റെ പ്രസിഡന്റ്. അവൻ്റെ പേരാ വ്ളാഡിമിർ സെലൻസ്കി. അത് ഈ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാരെ വിളിക്കുന്നത്. വ്ളാഡിമിർ സെലൻസ്കി ആരാന്നറിയാമോ? ഒരു യഹൂദനാ. അവനെ കൊല്ലാനായിട്ട് എത്ര മാസം കൊണ്ട്, 23 മാസം കൊണ്ട് റഷ്യ നോക്കുക. റഷ്യ ആരാന്നറിയാമോ? 3000 യുദ്ധവിമാനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായി അവരുടെ കയ്യിലുള്ളത്. അവൻ ആരെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഉക്രൈൻ ആരാ? കേരളത്തിൻ്റെ 6 ജില്ലയുള്ളൂ: കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം. അതിൻ്റെ പേരാ ഉക്രൈനകത്ത് 6 ജില്ലകൾ. അതിൻ്റെ പേരാ കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ, സഫ്രോഷ്യ. ഇതൊക്കെ ഉക്രൈൻ്റെ ജില്ലകൾ. ആകെ ഞാഞ്ഞൂല് പോലിരിക്കുന്ന ഒരുത്തന് 2 വർഷമായിട്ട് അവന്മാർ കൊല്ലാൻ നോക്കുക, പക്ഷെ കൊല്ലാൻ കഴിയത്തില്ല. ഉക്രൈൻ്റെ പ്രസിഡന്റിൻ്റെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ആ സാറ്റലൈറ്റ് ആര്? യഹൂദൻ്റെ വ്യവസായി എലോൺ മസ്കിൻ്റെ ന്യൂറോലിങ്ക് വഴി തിരിക്കുന്ന സാറ്റലൈറ്റ് ഫോണാണ് ഇതിനകത്തുള്ളത്. റഷ്യ എന്നൊരു മിസൈൽ വരുമ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് എന്തോ പറയും? ഉക്രൈൻ്റെ പ്രസിഡന്റ് നോക്കുമ്പോൾ ഒരു വാട്സപ്പിൽ മെസ്സേജ്, ദാ മിസൈൽ വരുന്നു. ആരാ മിസൈൽ വരുന്ന മെസ്സേജ് കണ്ടിട്ട് പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ടല പോയി അവിടെ കട്ടൻ കാപ്പി കുടിക്കും. അപ്പോഴും മിസൈൽ വന്ന് വീട്ടിലെവിടെങ്കിലും വീഴും. ഉടനെ ഉക്രൈൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ കൈ കാണിക്കും, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. ലോകത്തിലെ 2ാമത്തെ വൻകിട ശക്തിയായ റഷ്യക്കാരൻ ഇന്നും ഉക്രൈൻ്റെ ഞാഞ്ഞൂല് പ്രസിഡന്റിൻ്റെ നേരെ 23 മാസമായിട്ട് അവനെ തട്ടാൻ നിൽക്കുക. അവനെ തട്ടാൻ പറ്റത്തില്ല. അവൻ ആരാന്നറിയാമോ? ഒരു യഹൂദൻ. പിൻപിൽ 2 കരം അവൻ്റെ ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ്റെ സുഹൃത്ത് ഇന്നത്തെ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. 2 ഉക്രൈൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആരാന്നറിയാമോ? ഇസ്രായേൽ. അതുകൊണ്ടാണ് റഷ്യക്ക് വലിയ ദോഷം വരുന്നത്. ഇസ്രായേൽ ആരാ? ഇസ്രായേലിലെ ഏറ്റവും വലിയ വ്യവസായി, ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായി യഹൂദൻ എലോൺ മസ്ക്. അവനാണ് ഇന്ന് ന്യൂറോലിങ്ക് വഴി സകല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. സ്റ്റാർലിങ്ക് ആൻഡ് ന്യൂറോലിങ്ക്, ഇത് 2 സാറ്റലൈറ്റും അവൻ്റെ അന്തരീക്ഷത്തിൽ കിടക്കുന്നത്. അതാ കാര്യം. യഹൂദനെ അങ്ങനെ തീർക്കാനൊന്നും കഴിയത്തില്ല. യഹൂദൻ ആരാന്നറിയോ? പണ്ടേ ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ മൊർദെഖായി. കഥ വായിച്ചവർക്കറിയാം. അഹശ്വേരോശിൻ്റെ കൊട്ടാരം. അങ്ങനെ ഒരു കൊട്ടാരം കേട്ടിട്ടുണ്ടോ? ഇന്ത്യ ഹിന്ദു ദേശമെന്ന് കറക്റ്റ് എഴുതിയേക്കുന്ന ബൈബിളാണ്, വേറെ ആരും പറഞ്ഞിട്ടില്ല. സോദരം, ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം എടുക്കുമ്പോൾ ഇന്ത്യ മുതൽ, ഹിന്ദു ദേശം മുതൽ കൂശ് വരെ, ഹിന്ദു ദേശം ഇന്ത്യ, കൂശ് എത്യോപ്യ വരെ വാണൊരു ചക്രവർത്തിയായിരുന്നു അഹശ്വേരോശ് രാജാവ്. അഹശ്വേരോശ് രാജാവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ കൊട്ടാരത്തിൻ്റെ ബാധിക്കാൻ ഒരു പരസ്യക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു മൊർദെഖായി. സോദരം, അവ ഇങ്ങനെ എപ്പോഴും ആൾക്കാർ പോകുമ്പോൾ യേശു വരാൻ കാലമായി പാട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ രാജാവിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ഹാമാൻ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇഷ്ടമല്ല. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ ചിലർക്ക് ഇളക്കം വരുന്നത് പോലെ ഹാമാൻ ചെന്ന് പല പരിപാടികളും നോക്കി. അവസാനം രാജാവിനോട് ഒരു കള്ളം പറഞ്ഞു, രാജാവേ, ഈ ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ നിൻ്റെ വാക്കും കേൾക്കത്തില്ല, നിനക്ക് ദശാംശവും തരത്തില്ല, വഴിപാടും തരത്തില്ല, കഴിയുമെങ്കിൽ എല്ലാത്തിനെയും കൈകാര്യം ചെയ്തേക്കാൻ പറഞ്ഞു. സ്വോത്രം. ആ കാലഘട്ടത്തിൽ മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകൾ ഒരുത്തി ഉണ്ടായിരുന്നു. അവളുടെ പേരെന്തായിരുന്നെന്നറിയാമോ? എസ്തേർ. അവളിങ്ങനെ വസ്തി രാജകുമാരിയായിട്ട് ചില പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. അവൾ കൊട്ടാരത്തിൽ നിന്ന് പോയപ്പോൾ എസ്തേർ അതിനകത്താ.
ഉണ്ടായി. കണ്ടോ, വാതിൽക്കൽ പടിവാതിൽക്കൽ കിടന്ന് പ്രാർത്ഥിച്ചവൻ്റെ ബന്ധക്കാരിയെ കൊട്ടാരത്തിനകത്ത് സ്വർഗത്തിൽ ദൈവം കൊണ്ടെത്തിച്ചു. ഇതാ ദൈവത്തിൻ്റെ കരത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നവർക്കായി. ആ സമയത്ത് ഹാമാൻ്റെ ചെവിയുടെ വാക്കുകളെല്ലാം കേട്ടിട്ടുണ്ട്. മൊർദെഖായി പട്ടണം മുഴുവൻ കാര്യം നിവർത്തിച്ചു. പരസ്യവും നല്ലതുപോലെ തുടങ്ങി. അഹശ്വേരോശ് എല്ലായിടത്തും സ്റ്റിക്കർ ഇട്ടിച്ചു. കണ്ടല കൺവെൻഷൻ്റെ കണക്ക് ഇത്രാന്തിക്ക് എല്ലാ യഹൂദന്മാരെ തട്ടിക്കളയും. ലീഡർ മൊർദെഖായിന് കാട്ടാക്കട നല്ല സുന്ദരമായ ആലിനകത്ത് കെട്ടി തൂക്കി ചാവുമെന്ന്. സ്വോത്രം. എല്ലായിടത്തും പോസ്റ്റ് ഒട്ടിച്ചു. സ്വോത്രം. സകല സ്ഥലത്ത്. ബാക്കി ഹാമാൻ പരസ്യവും കൂടെ കൊടുത്തു. സ്വോത്രം. ടി വിയിലും കൊടുത്തു, ഓൺലൈനിലും കൊടുത്തു, എല്ലാം കൊടുത്തു. ഓൺലൈനിലെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ രാവിലെ തൊട്ടി മൊർദെഖായിയെ തട്ടുന്നതിൻ്റെ പരസ്യവും കൊടുത്തു. ഉച്ചയ്ക്ക് വീട്ടിൽ വരും. ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് വാട്സപ്പിനകത്ത് ഭാര്യയോട് കാണിക്കും, ഇത്രാന്തി ഇത്ര മണിക്ക് അവനെ തട്ടിയിട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉപപ്രധാനമന്ത്രി മാത്രമല്ല പണമല്ല ഞാൻ അടിക്കുമെന്ന്. സ്വോത്രം. അമ്മ നല്ല അമ്മയമ്മമായിരുന്നു. ചർച്ചിൽ പോയി അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും ദൈവഭയം ഉണ്ടായിരുന്നു. എൻ്റെ അച്ചായ ആ ഉപദേശിച്ച് രാത്രി പൊട്ടത്തമ്പേരെടുത്ത് അല്ലേലൂയ്യാം പ്രൈസലോടും പറയുന്നത് അങ്ങാരോട് കളിക്കാൻ പോവല്ലേ അച്ചായൻ കുരുക്കിലായി പോകുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ചില വാക്കുകൾ അമ്മമ്മമാർ പറയുന്നത് കേട്ട അച്ചായന്മാർക്ക് നല്ലതാ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പക്ഷേ എല്ലാം കേൾക്കാൻ പോവല്ലേ. സന്തോഷമില്ലല്ലോ. എല്ലാം കേട്ട് കഴിഞ്ഞാൽ പാസ്റ്റർമാരും കേൾക്കണം, സഹോദരന്മാരും കേൾക്കണം. ചില വാക്ക് ഭാര്യമാർ പറയുന്നത് കേട്ടാൽ നമ്മൾ ചക്ക കുഴയുന്ന പോലെ കുഴയത്തില്ല. എല്ലാ വാക്കും കേൾക്കാൻ പോലും. അങ്ങനെ കേട്ട ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലുണ്ട്. അവൻ്റെ പേരാ സിനിമാ നടൻ ദിലീപ് വാളയാർ പരമശിവം. ദാ കിടക്കുന്ന ഇപ്പോഴും സ്വോത്രം കരഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. ഒരു പെങ്കൊച്ചിൻ്റെ വാക്ക് കേൾക്കാൻ പോയതാ ഇന്ന് പരിപാടിയായത്. സ്വോത്രം. കോട്ടയക്കാരൻ CSI ഇന്ന് റിട്ടയർ റേഞ്ച് IG പേര് ഞാൻ പറയത്തില്ല. പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ആ പെങ്കൊച്ചായി അവനെ പരിപാടിയാക്കിയിരുന്നു. സ്വോത്രം. അതുകൊണ്ടല്ലേ മുതുകത്തൊരു കല്ല് വെച്ച പോലെ അവൻ്റെ കല്ലേൽ പിരിക്കുന്ന. സ്വോത്രം. പെങ്കൊച്ചുങ്ങളുടെ എല്ലാ വാക്കും കേൾക്കല് നമ്മൾ പരിപാടിയായിപ്പോൾ. സ്വോത്രം. അന്നേരം ആ സഹോദരി പറഞ്ഞ ആ പോസ്റ്ററെല്ലാം മാറ്റിയിട്ട് സഭയിൽ ചെന്നിട്ട് അകത്ത് കയറിയില്ലേലും പറയണം, പാസ്റ്ററെ ആ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി കൈവെക്ക് നീ രക്ഷപ്പെടുമെന്ന്. സ്വോത്രം. ആ പാവപ്പെട്ട അമ്മമ്മ ബാക്കി അന്യായ ഭാഷയല്ല. ആര് പറഞ്ഞെന്നറിയാമോ? ഹാമാൻ പറഞ്ഞു. സ്വോത്രം. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അക്കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. കോവിഡ് ആഞ്ഞടിച്ചപ്പോൾ എല്ലാം ലോക്ക്ഡൗൺ ആയി. 2 പാർട്ടികൾ ആരെ തട്ടാൻ പദ്ധതി വെച്ചു. നമ്മുടെ അഹശ്വേരോശിനെ തട്ടാൻ പദ്ധതി വെച്ചു. അവൻ്റെ പേരാ ബിഗ്വാനും തേരസും. പരിശോധത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മൊർദെഖായിയുടെ വാട്സപ്പിൽ എങ്ങനെയോ ഈ ദൂത് കിട്ടി. സ്വോത്രം. ദൂതുമായിട്ട് അവൻ എവിടെ ചെന്നു? കൊട്ടാരത്തിൽ ചെന്നിട്ട് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ്, രാജാവ് സൂക്ഷിക്കണം, നമ്മുടെ 2 പ്രിയപ്പെട്ടവർ രാജാവിനെ തട്ടാൻ വരുവാന്ന്. തുണ്ട് പേപ്പർ കൊടുത്ത് അന്ന് രാജാവിന് കിറ്റും കാര്യമൊക്കെ കൊടുക്കേണ്ടി ഭയങ്കര തിരക്കിലായിപ്പോയി. ആ തുണ്ടെടുത്ത് ഏതോ പുസ്തകത്തിൻ്റെ കീഴിൽ വെച്ച് അറിഞ്ഞില്ല. സ്വോത്രം. ആ സമയത്ത് കാര്യം പോയി. യവനെ തൂക്കാനുള്ള പരിപാടിയെല്ലാം വന്ന് രാജാവ് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഇസ്രായേൽ ജനം മുഴുവൻ നിലവിളിക്കാൻ തുടങ്ങി. ആടുമാടുകൾ. ആ സമയത്ത് മൊർദെഖായി എസ്തേറിനോടൊരു കാര്യം പറഞ്ഞൊരു സമയമുണ്ട്. ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ നിന്റെ ജനം മുഴുവൻ നശിച്ചു പോകും. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മറുപടി. സ്വോത്രം. എന്താ പ്രാർത്ഥനയുടെ മറുപടി? പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടോ? ഇത് പലരും പറയും വിടുതലില്ലെന്ന്. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. എത്ര പേർക്ക് വചനം മനസ്സിലായതോ? 1-ാം കാവൽ, 2-ാം കാവൽ, 3-ാം കാവൽ എല്ലാം പൂട്ടിയേക്കുക. എല്ലാവരും കൂടെ ചർച്ചിലിരുന്ന് അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ രാത്രിയും പകലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാ ദൈവം? ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതന്മാരെ അയക്കുന്ന ദൈവം. സ്വോത്രം. പത്രോസ് ആകെ ഭയപരപരിശന. നാളെ അവനെ കൊല്ലാനുള്ള വാളുകൾ രാഗിക്കൊണ്ടിരിക്കുക. എല്ലാവരും പൂട്ടിട്ടിരിക്കുക. ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അങ്ങോട്ട് ഇറങ്ങി. 1-ാം കാവലിൽ നിന്നവൻ മയങ്ങിപ്പോയി. അവൻ്റെ വാതിൽ തുറന്ന് 2-ാം കാവൽക്കാരനെ തുറന്ന് 3-ാം കാവൽക്കാരനെ തുറന്ന് പത്രോസിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് ചെരുപ്പിട്ടിട്ട് പറഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ. സ്വോത്രം. പത്രോസ് ചാടി എഴുന്നേറ്റു. ഇന്ന് രാത്രി ഒരു ദൂതേറ്റെടുക്കുന്നവർക്കായി നീ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരത്തില്ലെന്ന് ലോകം പറയും. നിന്നെ കൊല്ലുവാൻ വാളുകൾ അവിടെ തകർച്ചു വെച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി 2024 സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. എത്ര പേർക്ക് കാര്യം മനസ്സിലാക്കുന്നു? മുഴങ്കാൽ മടക്കി ദൈവസഭ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നവനെ സഭയുടെ മുൻപിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കുവാൻ ദൈവസഭയുടെ കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്കും കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മുട്ടുമടക്കി ദൈവസന്ധിയിൽ സഭയ്ക്കകത്ത് നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ പൂജപ്പുര ജയിലിൽ കിടക്കുന്നവനെ നിന്റെ സഭയെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. മുട്ടുമടക്കിയ ദൈവ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അട്ടക്കുളങ്ങര കിടക്കുന്ന പെൺകൊച്ചിനെ നിന്റെ സഭയെ കൊണ്ടുവന്ന് ദൂത് പറയിപ്പിക്കാൻ ദൈവം വഴി തുറക്കുക. ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഇന്ന് രാത്രി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ്ലീഹായെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതാ പ്രാർത്ഥനയുടെ ശക്തി. ഈ രാത്രി ഞാൻ ഒന്നുകൂടെ പറയാം, പ്രസംഗിക്കുന്നവരെ ലോകം മുഴുവൻ അറിയോ, പാടുന്ന കുഞ്ഞുങ്ങളെ ലോകം മുഴുവൻ അറിയോ, സഭാ നേതാക്കളെ ലോകം മുഴുവൻ അറിയോ. എന്നാൽ ഇന്ന് രാത്രിയുടെ യാമത്തിൽ മുട്ടുമടക്കി ചെന്നിയോട്ട് കണ്ണുനീരോടെ കരയുന്ന അമ്മച്ചിയെ അങ്ങേ അറിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? 2024
രാത്രിയിൽ പ്രാർത്ഥന മടങ്ങി വരട്ടെ. മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി രാവിൻ്റെ നിറവിൽ പായ്ക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി വിളിച്ചു പറ. ലോകം പറയും നടക്കത്തില്ല, എന്നാൽ നീ പറയും പ്രാർത്ഥിച്ചാൽ അത് നടക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ വെട്ടിയാൽ, ഇന്ന് രാത്രി കുറ്റികൾ കെട്ടുപോയാൽ, വേർ നിലത്ത് പഴകിയാൽ നിന്റെ കുടുംബം എഴുന്നേൽക്കത്തുന്നത് ഊട്ട പിശാച് പറയും. എന്നാൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ചെന്നിയോട്ട് നിന്നെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പടർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ഏതൊക്കെ ഹാമാൻ നിനക്കെതിരെ കഴിമരമുണ്ടാക്കിയാലും അതിൻ്റെ നടുവിൽ നിന്നെ പിടിച്ച് നടത്തുക നിന്റെ ആരാധനയ്ക്ക് കഴിയും, നിന്റെ അഭിഷേകത്തിന് കഴിയും, നിന്റെ അന്യഭാഷയ്ക്ക് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി മടങ്ങി വരട്ടെ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന, മടങ്ങി വരട്ടെ നമ്മുടെ സഭയിൽ പ്രാർത്ഥന, മടങ്ങി വരട്ടെ നമ്മുടെ ചർച്ചിൽ കാത്തിരിപ്പ് യോഗ, മടങ്ങി വരട്ടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ. തൻ്റെ ജന താഴ്മയോടെ ഇരുന്ന് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നുവെങ്കിൽ പണ്ടത്തെ പോലൊരു ശുഭകാലം നമുക്ക് തരുവാൻ ദൈവദാസന്മാരെ, ദൈവമക്കളെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വോത്രം. ഇന്നിവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞൊരു കാര്യം പറഞ്ഞു, അന്ത്യകാലത്ത് ഒരു ഉണർവുണ്ടാവുക. ഒരു 4 വർഷം മുമ്പേ ഞാനൊക്കെ പ്രസംഗിച്ചു തുടങ്ങിയ ഇന്ത്യയിൽ അന്ത്യകാലത്ത് ഒരു ഉണർവുണ്ടാവുക. അതെനിക്കറിയാം. അതെവിടുന്ന് വ്യാപരിക്കുമെന്നറിയാം. കന്യാകുമാരി ടു തിരുവനന്തപുരം വഴിയാണ് പോകുന്നത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. വടക്ക് നിന്നൊരു വാൾ, വാര്യാപുരം യോനാച്ചൻ നിത്യതയിലിരിക്കുക. വടക്ക് നിന്ന് പല സംസ്ഥാനങ്ങളിലും ഒരു വാൾ പുറപ്പെടുമ്പോൾ കന്യാകുമാരിയിൽ നിന്നൊരു അഭിഷേകത്തിൻ്റെ നദി പട്ടണത്തെ പിടിക്കുമെന്ന് സ്വോത്രം പിതാക്കന്മാർ പറഞ്ഞുവെങ്കിൽ ആ അഭിഷേകത്തിൻ്റെ ഉണർവിന് വേണ്ടി, അതുകൊണ്ടാണ് ഞങ്ങളെ ചെറുപ്പക്കാരെ എൻകറേജ് ചെയ്യുന്നത്. ഒരു അന്ത്യകാലത്തിൻ്റെ ഉണർവിന് വേണ്ടി ചെറുപ്പക്കാരികളും എഴുന്നേൽക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു അഭിഷേകത്തിൻ്റെ തൈലമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു അഭിഷേകത്തിൻ്റെ കൃപയുണ്ട്. നീ കരം തൊടുമ്പോൾ തന്നെ അത്ഭുത രോഗശാന്തി. നീ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദുഷ്ടൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും. നീ വചനത്തിൻ്റെ വാതിൽ തുറന്ന് യേശു രക്ഷകനെന്ന് പറയുമ്പോൾ പട്ടണത്തിൽ നീ അറിയാതെ ചില കരങ്ങൾ ഉയർന്നു വരും. സ്വോത്രം. അതുകൊണ്ട് വളരെ ഉറപ്പ്. അതുകൊണ്ടല്ലോ സ്വർഗം ഇത്ര സ്നേഹിക്കുന്ന. ഇന്ത്യയിലെ പല പട്ടണങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ യോഗം നടക്കുന്ന ഒരേ ഒരു പട്ടണമേ ഉള്ളൂ, തിരുവനന്തപുരം ജില്ല. കരം ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അപ്പോൾ ആ ഉണർവ് എവിടുന്ന? കന്യാകുമാരിയിൽ നിന്ന് പാസ് ചെയ്ത് നെയ്യാറ്റിൻകര വഴി തിരുവനന്തപുരം ടൗൺ വഴി പോകുന്ന ഒരു ഉണർവ് 2024 ആരംഭിച്ചു തുടങ്ങും. ഒരു അന്ത്യത്തിൻ്റെ ദിനങ്ങളിലേക്ക് ലോകം വരുമ്പോൾ അനേക കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുക. എൻകറേജ് ചെയ്ത് എംപവർ ചെയ്ത് ഹാളി സ്പിരിറ്റിൻ്റെ പവറാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ, അഭിഷേകം ചെയ്തവരെ ലോകരാജ്യങ്ങളിലേക്ക് അയക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതാ ഇന്ന് പാടിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് പറഞ്ഞത്, നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ. സ്വോത്രം. നമ്മൾ മൊബൈലിൽ ഞെക്കിക്കൊണ്ടിരുന്നത് എന്ത് കാര്യമായിട്ടാണ് ദൂത് പറഞ്ഞെന്നറിയാമോ? നെയ്യാറ്റിൻകരയിലും ഊരമ്പിലുമെല്ലാം കഴിഞ്ഞ നാളുകളിൽ മാർത്താണ്ഡത്തെല്ലാം ഞാനിത് പറഞ്ഞു. തമിഴ് മക്കളെല്ലാം അത് ഏറ്റെടുത്ത് അത് ശരിയായ കന്യാകുമാരിൻ്റെ ഒരു ഉണർവ് വരും. സ്വോത്രം. അനേകം അപ്പച്ചന്മാർ കന്യാകുമാരി, കുമരി, വാമട്ടം, നാഗർകോവിൽ ആ പട്ടണത്തിലൊക്കെ ഇന്ന് രാത്രി അനേക അപ്പച്ചന്മാർ, നമ്മുടെ കണക്ക് വീഡിയോയും TV ഒന്നുമില്ല, 100-110 പിതാക്കന്മാർ മുട്ടുമടക്കുക ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി. സ്വോത്രം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അത് നടന്നു വരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി കേട്ടോ, മൊർദെഖായിയുടെ കാര്യം എസ്തേർ എന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവെ, ആ പാവപ്പെട്ട ഹാമാൻ, ഈ പാവപ്പെട്ട മൊർദെഖായി, അന്ന് നാട്ടുകാർ നിന്നെ തട്ടാൻ വന്നപ്പോൾ അവനല്ലേ മെസ്സേജ് അന്ന് ഒരു കട്ടൻ ചായ പോലും കൊടുത്തില്ല. അയ്യോ, ഉടനെ രാജാവ് പറഞ്ഞു, ഹല്ലേലൂയ, അന്ന് അവനൊരു വെള്ളം പോലും കൊടുത്തില്ല. അതെന്നെ തട്ടേണ്ടതായിരുന്നു കോവിഡ് കാലത്ത്. അങ്ങനെയെങ്കിൽ അവന് വല്ലതും കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, ഹാമാൻ വളരെ കുഴപ്പക്കാരനാണ്, താണ്ട് എല്ലാവരും റെഡിയാക്കാൻ നിൽക്കുകയാണ്. ഇസ്രായേൽ ജനം നിനക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. രാജാവിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പൊൻചങ്കോൽ നീട്ടിക്കൊണ്ട് എസ്തേർ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഹാമാൻ ഇന്നോവയായിട്ട് കൊട്ടാരത്തിൽ വന്നു. നമ്മുടെ കൺവെൻഷന് ഫൈനലായിട്ട് മണി മുടങ്ങുന്നത് പോലെ മൊർദെഖായിയെ കൊല്ലാനുള്ള ചാർട്ടുകളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുക. ഹാമാൻ്റെ അടുത്ത് രാജാവ് പറഞ്ഞു, കടന്നു വരും, ബുക്കും പേപ്പറും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ എഴുതാൻ പോകുകയെന്ന് പറഞ്ഞു. ഉടനെ ഹാമാനോട് പറഞ്ഞ് തുണ്ടെടുക്കാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഒരു കിയ കാർണിവൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഹാമാൻ വിചാരിച്ചു, ഇപ്പോൾ ടൊയോട്ട ഇരിക്കുന്നത്, ഒരെണ്ണം കിട്ടിയാൽ വളരെ ദുഃഖമുണ്ട്, ഭാര്യ വഴക്കുണ്ടാക്കി 2 എണ്ണം എഴുതി കിയ കാർണിവൽ. സന്തോഷമില്ലല്ലോ? രാജാവ് കാണുന്നില്ല. ഉടനെ പറഞ്ഞ് 4 ഏക്കർ തോട്ടം അമ്പൂരിയിൽ എഴുതിയേക്കാൻ. ഹാമാൻ വിചാരിച്ചു, കുഞ്ഞുങ്ങൾ വളർന്നു വരുമോ, 4 ഏക്കർ അവന്മാർക്കും ഇരിക്കട്ടെ, 8 തോട്ടം. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് നെയ്യാറ്റിൻകര ഷോപ്പിംഗ് കോംപ്ലക്സ് 2 മുറി കട എഴുതാം, പിള്ളേർ കൂടി ഇരിക്കട്ടെ, 2 നില അങ്ങ് എഴുതി. അപ്പോൾ ഹാമാൻ ഒരു സംശയം, എനിക്ക് തന്നെ അന്ന് രാജാവ് ഇത് ആർക്കാണ് ഇത് എഴുതുന്നത്? അപ്പം രാജാവ് പറഞ്ഞ്, നമ്മുടെ പടിവാർക്ക് ഇന്ന് പരിശോധിച്ച് പ്രസംഗിച്ച ഒരു ഉപദേശം ഉണ്ടായിരുന്നു, ട്രാക്ടർ കൊടുക്കുന്നത്, അവൻ്റെ പേരായിരുന്നു മൊർദെഖായി. സന്തോഷമില്ലല്ലോ? അവൻ പണ്ട് നാട്ടുകാരെ AK-47
ഇളയച്ചപ്പൻ അടിക്കാൻ വന്നപ്പോൾ എനിക്ക് മെസ്സേജ് തന്ന ഒരു കട്ടൻ വെള്ളം പോലും കിറ്റുകാലത്ത് കൊടുക്കാൻ പറ്റിയില്ല. സ്വോത്രം. അതുകൊണ്ട് ഇത് കൊടുത്തേ പറ്റൂ. മോർദെഖായി എന്ന് കേട്ടപ്പോൾ ഹാമാൻ്റെ പാടാൻ തുടങ്ങി. സ്വോത്രം. അപ്പം ഹാമാന് പിടി കിട്ടി, ഇനി രക്ഷയില്ലെന്ന്. നേരെ ഇന്നോവയായിട്ട് വീട്ടിൽ ചെന്ന് കട്ടിലെ തലയുടെ വെച്ചോണ്ടൊരു പാട്ട്, കണ്ണുനീർ എന്ന് മാറുമ്പോൾ വാട്ടടിയും മുട്ടടിയും പാട്ടിട്ടപ്പോൾ അമ്മാമ്മ അന്നേരെ പറഞ്ഞു, അച്ചായ ഞാൻ ആ ഉപദേശിയെ പറ്റി പരിപാടിക്ക് നിന്നപ്പോഴേ പറഞ്ഞില്ലയോ അച്ചായൻ്റെ കഴുത്തെ തന്നെ കുരുക്ക് മുറുകുമെന്ന്. സന്തോഷമില്ലല്ലോ? ആരാധിക്കുന്നവനെ തകർക്കുവാൻ, മുട്ടുമടക്കുന്നവനെ തകർക്കുവാൻ, പരിശോധത്തിൽ പ്രസംഗിക്കുന്ന ഉപദേശിയെ തകർക്കുവാൻ നീ ഏതൊക്കെ പദ്ധതി വച്ചാൽ ഇന്ന് രാത്രി അതിനെ തകർക്കുവാൻ ഉയരത്തിൽ ഒരു കണ്ണുണ്ട്. അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ മോർദെഖായിയുടെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ ചെന്നിയോടിരിക്കുന്നവർ മനസ്സിലാക്കണം, കുരുക്കുണ്ടാക്കിയതാരാ? ഹാമാന. ഹല്ലേലൂയ നാട്ടിൽ മൊത്തവും പരസ്യം കൊടുത്തതാരാ? ഹാമാന. സ്വോത്രം. പക്ഷേ മോർദെഖായി ഒരു വഴക്കിനും പോയില്ല. അവർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. കരമുയർത്തുന്നവർക്കായി പോസ്റ്റ് ഇടുന്നവൻ പോസ്റ്റ് ഇടട്ടെ, അപവാദം പറയുന്നവൻ അപവാദം പറയട്ടെ. സ്വോത്രം. കൂറ്റം പറയുന്നവൻ കൂറ്റം പറയട്ടെ. നീ മറുപടി കൊടുക്കാൻ പോട്ടെ, നീ പ്രാർത്ഥിച്ചാൽ മതി. സ്വോത്രം. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി ചെന്നിയോടുകാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഹാമാൻ ഹല്ലേലൂയ കുരുക്കുണ്ടാക്കി, പക്ഷേ അതിനകത്ത് ആര് തൂങ്ങി? ഹാമാൻ അല്ല, മോർദെഖായി. മോർദെഖായിക്ക് വേണ്ടി ഹാമാൻ കുരുക്കുണ്ടാക്കി, അതിനകത്ത് ആരാ തൂങ്ങിയത്? മോർദെഖായി അല്ല. ഇന്ന് രാത്രി പറയണ കുരുക്കുണ്ടാക്കിയത് ഹാമാന, പക്ഷേ അതിനകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പറ, ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രി വിളിച്ച് പറ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. ആരാധിക്കുന്നവനെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. സ്വോത്രം. മോർദെഖായിയുടെ കൊച്ചുമോന യവൻ ഇന്നത്തെ ഇവിടെ നമ്മുടെ ഇസ്രയേലിൽ ഇവൻ ആരാ? നമ്മുടെ വ്ളാഡിമർ സെലൻസ്കി. അവനെ കൊല്ലാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ആ ആക്രമണം നടക്കുമ്പോൾ അത് 23 മാസമായപ്പോൾ ദാ നടക്കുന്നു. സെപ്റ്റംബർ മാസം 9-ാം തീയതി അടുത്ത ആക്രമണം ഗാസ ഇസ്രയേൽ. ഒക്ടോബർ മാസം 9-ാം തീയതി അതാ അന്തിമ യുദ്ധത്തിൻ്റെ ചാലുകൾ. വായിച്ചു തുടങ്ങുന്നു. ആമോസ് 2:5. അതാ പറഞ്ഞത്. നീ വാക്ക് കേൾക്കാത്തതുകൊണ്ട് അടുത്തടി. ആമോസിന്റെ 2:5 കുഞ്ഞു വായിച്ച് സഹായിച്ചിട്ട്, ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. ഇതാ മക്കളെ നിങ്ങളുടെ പേപ്പറിനകത്ത് കണ്ട വാർത്ത. ഒക്ടോബർ മാസം 7-ാം തീയതി യഹൂദയിൽ ഞാനൊരു തീ അയക്കും. ഹമാസിന്റെ പോരാളികൾ ആക്രമിച്ചു. അടുത്ത വാക്ക് മോള് വായിച്ച് സഹായിച്ചാട്ടെ. അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു മതി കുഞ്ഞ്. യെരൂശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. ഇതാ കഴിഞ്ഞ ഒക്ടോബർ മാസം 9-ാം തീയതി, 3 മാസം കഴിഞ്ഞിരിക്കാം. ഒക്ടോബർ മാസം 9-ാം തീയതി ഒളിപ്പോരാളികളായ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച വാർത്തയോ നമ്മുടെ പത്രത്തിനകത്ത്. വരാൻ പോകുന്ന അന്തിമ യുദ്ധം. എന്താ ഹമാസ്, എന്താ ഇസ്രയേൽ? ഒരിക്കൽ കൂടി 1948 മെയ് 14-ാം തീയതി ഇസ്രയേലിന് സ്വാതന്ത്ര്യം കിട്ടി. ചരിത്രം കട്ടക്കട കോളേജ് പ്രേംരാജ് സാർ പോലും പറയത്തില്ല, എഴുതിക്കോ. 20,750 കിലോമീറ്റർ ഇസ്രയേൽ, അതിനകത്ത് 671 കിലോമീറ്റർ ഈ കാണുന്ന ജെറുസലേം. അതിനെപ്പറ്റിയാണ് നാളെ പ്രസംഗിക്കുന്നത്. 6,750 കിലോമീറ്ററുള്ള പലസ്തീൻ. പലസ്തീനകത്ത് 4 പട്ടണങ്ങൾ. 1 റമല്ല, 2 വെസ്റ്റ് ബാങ്ക്, അത് കഴിഞ്ഞ് ജാഫ്ലിയ. അതിനോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമാ യേശു ക്രിസ്തു ജനിച്ച ബേദലഹീം. 6,750. ബൈബിളും ചരിത്രവും. അതിൻ്റെ ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ ഒരു അതിർത്തിയുണ്ട്. അഷ്കലോൻ, അഷ്തോദ്, ലൂദ്, ബേർഷബ, കിര്യാത് ഘട്ട്. അതിനോട് ചേർന്ന് മെഡിറ്ററേനിയൻ കടലിൽ 346 പൂവാർ ഐലൻഡിൽ കിട്ടുന്ന ഒരു ദ്വീപ ഗാസ. ആദാ ഗാസ. ഷിംഷോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ഗാസ. ഗസ. ആ ഗസയ്ക്കകത്തൊരു ടീമുണ്ട്. അവരുടെ പേരാ ഹമാസ്. ഹമാസിന്റെ പ്രത്യേകത കേട്ടോണേ. ആ ഗാസയ്ക്ക് 346 223 ലക്ഷം ജനങ്ങൾ അതിനകത്തുള്ള. ഗാസയ്ക്കകത്ത് 2 സിറ്റികളാണ് ഉള്ളത്. ഗാസയ്ക്കകത്ത് ഒന്നാമത്തെ സിറ്റിയുടെ പേര് കാന്യൂനിസ്, രണ്ടാമത്തെ സിറ്റി സാഗർ. 2 പട്ടണങ്ങൾ, 23 ലക്ഷം ജനം തിങ്ങി പാർക്കുന്ന ഗാസ. ഗാസയ്ക്കകത്ത് 1970 മുതൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, PLO, പാലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ. അതിൻ്റെ നേതാവായിരുന്നു യാസർ അറാഫത്ത്, സമാധാനപ്രിയൻ. ഞാൻ പുറകോട്ട് വായിച്ചു തരും, ബൈബിളിനകത്ത് ഇതെല്ലാം ഉണ്ട്. ആ സമാധാനപ്രിയനായ PLO നേതാവ് ഇന്ദിരാഗാന്ധിയായിട്ട് നല്ല അടുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയും പലസ്തീനുമായിട്ട് നല്ല ബന്ധം. 1980 കാലഘട്ടത്തിനകത്ത് ഗാസയ്ക്കകത്ത് ഒരു ടീം ഇറങ്ങി. അവരുടെ പേര് ഒളിപ്പോരാളികൾ, ഹമാസ്. അതെവിടുന്ന് തുടങ്ങി? പണ്ട് ഇറാനിൽ ഒരു ചക്രവർത്തി
ചക്രവർത്തി ഉണ്ടായിരുന്ന ഹാമാൻ, അവൻ്റെ പിന്തുടർച്ച ലെബനോനിലെ ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയ്ക്ക് ശേഷം വന്ന പോരാളികൾ ഹമാസ് പോരാളികൾ. ഈ ഹമാസ് പോരാളികൾക്ക് 2 ടീമുണ്ട്. ആ 2 ബ്രിഗേഡിൻ്റെ പേര് അൽ-അക്സ ബ്രിഗേഡ്, അൽ ഖയ്യൂം ബ്രിഗേഡ്. ലോക രാജ്യങ്ങൾ മുഴുവൻ അവർക്ക് നെറ്റ്വർക്കുണ്ട്. അവരാണ് ഇന്ന് ഇസ്രയേലിന് നേരെ ആക്രമണം. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിൻ്റെ പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ പേര് സൂക്കോത്ത് പെരുന്നാൾ, അതിന് കൂടാരം പെരുന്നാൾ. ഇസ്രയേൽ ഗാസ ബോർഡറിനകത്ത് ലൂദിനോട് ചേർന്നൊരു ഗേറ്റുണ്ട്. ആ ഗേറ്റിനകത്ത് 400 പടയാളികളാണ് നിന്നത്. കേൾക്കണ ലോകചരിത്രം ബൈബിൾ. ഈ 400 പടയാളികൾ നിന്നപ്പോൾ പിന്നെ കൂടാര പെരുന്നാളിന് രാവിലെ ഡ്യൂട്ടിയിലില്ല. നമ്മുടെ ചെക്ക് പോസ്റ്റ് മണ്ഡപത്തിൻ കടവിൽ പോലീസുകാർ ക്രിസ്മസിന് ലീവ് എടുത്ത് വന്നാൽ 40 പേരേ ഉള്ളൂ 400 പേര് നിൽക്കുന്നിടത്ത്. അന്ന് പ്രഭാതത്തിൽ ഏകദേശം 3000 ഹമാസിൻ്റെ പോരാളികൾ, 3000 ബൈക്കുകാർ, അത് കഴിഞ്ഞിട്ട് റോക്കറ്റുകൾ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതാ മോള് വായിച്ചത്. അന്നാളിൽ യഹൂദയ്ക്കകത്ത് ഞാൻ തീ അയക്കും, യെരുശലേമിൻ്റെ അരമനകളെ ഞാൻ കത്തിച്ചു കളയും. സ്വോത്രം. അതാ കണ്ടത്. എത്ര ക്ലിയർ. ഈറ്റ് നോമ്പിൻ്റെ ആരംഭം. എത്ര പേര് മരിച്ചു? 1500 പേർ. ഡാൻസുകാര്, പാർട്ടിക്കാര്, ബാക്കി ഹല്ലേലൂയ വീട്ടിനകത്ത് കിടന്നവർ. ഇനി ഈ പെന്തിക്കോസുകാരെല്ലാം ശ്രദ്ധിക്കണം. ഹമാസ് ഒരിക്കലും സ്വോത്രം ഇത്രയും കഠിനമായി ചെയ്യത്തില്ല. മൃതദേഹം കെട്ടിവലിക്കത്തില്ല, ഗർഭിണിയുടെ വയറ് കുത്തത്തില്ല, കഴുത്ത് പച്ചയ്ക്ക് ഇറക്കത്തില്ല. ഈ ചെയ്യുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ പേര് ISIS മിലിറ്ററിക്കാർ. ഇതുവർ പിന്നെ പലസ്തീനി വന്നത് ഇസ്രായേൽ അറിഞ്ഞില്ല. അതാ അവരുടെ കുഴപ്പം. IS-നകത്ത് ആരുണ്ട്? അഫ്ഗാനികളുണ്ട്. IS-നകത്ത് ആരുണ്ട്? ഇറാൻകാരുണ്ട്. IS-നകത്ത് ആരുണ്ട്? തുർക്കിയുണ്ട്. IS-നകത്ത് ആരുണ്ട്? പാകിസ്ഥാൻകാരുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഈ ഗ്രൂപ്പിനകത്ത് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. സ്വോത്രം. കടൽ വഴി കയറിയത്. അതുകൊണ്ടാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഇന്ത്യയോടുള്ള ബന്ധത്തിൽ പറഞ്ഞത്, ഇത് താൽക്കാലികമായൊരു ശാന്തതയാ. ഞങ്ങളുടെ രാജ്യത്ത് കയറി ഞങ്ങളെ കൊന്നവൻ്റെ വീട്ടുകാരെ വരെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞു. സ്വോത്രം. അതുകൊണ്ടാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു, വി ആർ അറ്റ് വാർ. വായിച്ചവർക്കായി കരമുയർത്തണം, ഞങ്ങൾ യുദ്ധത്തില. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരഹൂദനെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൊന്നവരെ സകലരെയും കൊല്ലുമെന്ന് പറഞ്ഞു. സ്വോത്രം. അതുകൊണ്ടല്ലേ ഇന്ന് എത്ര പേരായി? 1400 കൊന്ന്. പക്ഷേ ഇന്ന് അവ 23,000 പേരെ കൊന്നു കഴിഞ്ഞിട്ട് പോലും അവനോട് മിണ്ടാൻ ആർക്കും സമ്മതമില്ല. മിണ്ടിയാലോ? സൗദി അറേബ്യയിൽ 51 ലോകരാഷ്ട്രങ്ങൾ കൂടി ആരണ്ടെല്ലാം കൂടെ പറഞ്ഞ് നമുക്കെല്ലാം കൂടെ ചെല്ലാന്ന്. സൗദി അറേബ്യക്കാരൻ പറഞ്ഞു അവൻ്റെ വൈറ്റ് ഫോസ്ഫറസ് ഇരിപ്പുണ്ട്, അത് കുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണത്തില്ലെന്ന്. സ്വോത്രം. അതുകൊണ്ട് കട്ടൻ ചായ കുടിച്ചിട്ട് എല്ലാവർക്കും സ്ഥലം വിടാമെന്ന്. സ്വോത്രം. യവനോട് ആരും മറുതലിക്കത്തില്ല. സ്വോത്രം. ഈ യുദ്ധത്തിന് ഞാനും എതിരാ. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ യഹൂദൻ കൊല്ലുന്ന കണ്ണി ചോരയില്ലാത്തവന് യവനെ അങ്ങനെ തകർക്കാനൊന്നും പറ്റത്തില്ല. യവൻ സാധാരണ പുള്ളിയല്ല. പണ്ട് അമ്പൂരി മലയിൽ ഗോലിയാത്ത് വന്ന് നിൽക്കുക. സ്വോത്രം. 40 വർഷമായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ പോങ്ങമൂട്ടി നമ്മുടെ ദാവീദ് 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് കുട്ടി നിക്കർ വിട്ടിട്ട് ചോറ് ഉപ്പാവും തിന്നിട്ട് അവൻ കയ്യിലൊരു കോലും മടിയായിട്ട് പോയി. നാട്ടുകാർ ചോദിച്ചു എവിടെ പോകുന്നു? ഞാൻ അമ്പൂരി പോയി ഗോലിയാത്തിനെ ഒന്ന് കാണുമെന്ന്. സ്വോത്രം. നാട്ടുകാർ പറഞ്ഞു, എടാ പീറ ചെറുക്ക, അവനെ കാണാൻ നീ പോകുന്നതിന് സംതിങ് വെയിറ്റ്. ഇംഗ്ലീഷുകാരൻ്റെ ഭാഷ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്ത് കാണേണ്ടത്. ഈ 4 വയസ്സുകാർ നമ്മുടെ പാരലൽ സ്കൂളിൽ പഠിക്കുന്നവർ പെരിയ വൈകിട്ട് നടന്ന് എന്തായാലും മാറണല്ലോ എന്ന് അമ്പൂരി എത്തിയപ്പോൾ ആ ഗോലിയാത്ത് നിൽക്കുന്നത്. ഗോലിയാത്ത് അവനെ കണ്ടിട്ട് സ്മൈലിംഗ് ഒക്കെ നടത്തി. നാട്ടുകാർ ചോദിച്ചു എന്തിനു വന്നു? ഈ പാർട്ടി വന്ന് കാണാനാണ് വന്ന്. വെയിറ്റ് എന്ന് പറഞ്ഞു. സച്ചിൻ ടെണ്ടുൽക്കർ അടിക്കുന്ന പോലെ കൈ ഇരിക്കുന്ന ക്രിക്കറ്റ് ബാളിനകത്ത് ഒരു കല്ലെടുത്ത് ഒറ്റയടി ആ കിടക്കുന്ന ഗോലിയാത്ത്. സന്തോഷമില്ലല്ലോ? അവൻ്റെ കൊച്ചുമക്കളാ മക്കളെ യഹൂദ. അന്നത്തെ കാലത്ത് 4-ാം ക്ലാസ്സുകാരൻ ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ അടിച്ചെങ്കിൽ ഇന്ന് അവൻ്റെ ടെക്നോളജി എവിടെ എത്തിയെന്ന് നോക്കിയാൽ അത്. സ്വോത്രം. ആര് വെല്ലുവിളിച്ചാലും ഇവനെ തകർക്കാൻ പറ്റത്തില്ല. എന്നും പത്രം വായിക്കുന്നില്ലോ? ഇതാ ഈറ്റ് നോവിൻ്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഗാസ സംഘടന 4 സംഘടനകൾ കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ബൈബിളിനകത്തുണ്ട് ഇത് അന്തിമ യുദ്ധത്തിലേക്ക് വരുന്നത്. അറബ് രാജ്യങ്ങൾ മുഴുവൻ അതായിരിക്കും ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ഇസ്രായേൽ ഗാസ സംഘടന 2007, രണ്ടാമത്തെ സംഘടന 2013, മൂന്നാമത്തെ സംഘടന 2020, നാലാമത്തെ സംഘടന 2021, അഞ്ചാമത്തെ സംഘടന 2023. 5 സംഘടനകൾ കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഫൈനൽ വാർ. വായിക്കാം. 5 സംഘടനകൾ നടക്കൂ. ബൈബിൾ ക്ലിയർ. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7. അതുകൊണ്ട് ബൈബിൾ കൂടെ വെച്ചേക്കണം. നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ടേ പോകാവൂ. ആമോസിന്റെ പ്രവചനം 1-6-7. വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഗസ്സയുടെ 3-4 അതിക്രമം നിമിത്തം. ബൈബിൾ നല്ല ക്ലിയർ ആക്കണം. നമ്മൾ തിരുവനന്തപുരത്ത് ബൈബിൾ കോളേജിലോ വെള്ളറുടെ ആത്മീയ മന്നയിലോ കണ്ണമൂല സെമിനാരി പഠിക്കുന്ന പോലെ ഇത് നോട്ട് ചെയ്യണം. ഗാസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് അറബ് ലീഗ് മുഴുവൻ എഴുന്നേറ്റ് വരുമെന്ന്. 4 അതിക്രമം കഴിഞ്ഞു. 2003,
2007, 2013, 2021. അന്നാ ഇടുക്കിക്കാരി പെങ്കൊച്ച് സൗമ്യ 2021 കോവിഡ് കാലത്ത് മരിച്ചത്. എല്ലാം ബാക്കിയുണ്ട്. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ ക്ലിയർ ആക്കണം. അതുകൊണ്ടായി 3 ദിവസം ഈ വിഷയം എടുത്ത്. അടുത്ത വാക്ക് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുകയാണ്. ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയി. ഇന്നും കൊണ്ടുപോയി. എവിടെ? ഇസ്രായേലിൽ നിന്ന് അനവധി പൗരന്മാരെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കി. 100 പേരെ ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. ഇതൊക്കെയാ ബൈബിൾ പ്രവചനം. ഇതുവരെ വിട്ടിട്ടില്ല. 100 ചില്ലുവാനം പേരെ ഖത്തറും അമേരിക്കയും പറഞ്ഞു വിട്ടു. 100 പേരും ഇപ്പോഴും അതിനകത്ത് തടങ്കലിനകത്ത്. ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയതിനാൽ മോള് വായിച്ചാട്ടെ. ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. ഞാൻ ശിക്ഷ മടക്കി കളയില്ല. അടി ഇവിടെ കണ്ടിന്യൂ ചെയ്യും. അടുത്ത വാക്ക് ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ഗാസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ഇനി ടെലിവിഷനും പേപ്പറും കണ്ടോര് കാണണം. പച്ച മലയാളം പേപ്പറിൽ വന്നു, ഗാസ ഒരു തീകോളം. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കണ്ടോ മക്കളെ? ഇതാണ് ബൈബിൾ. പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ തിരുവെഴുത്തിന് യാതൊരു മാറ്റമില്ല. ഏഷ്യാനെറ്റുകാരൻ പറയുന്നതിന് മുമ്പ്, മനോരമ വരുന്നതിന് മുമ്പ്, മാതൃഭൂമി വരുന്നതിന് മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസ് പറഞ്ഞു, ഗാസ ഒരു തീഗോളമാകും. ക്ലിയർ. അതല്ലേ ഇന്നത്തെ വാർത്ത. അടുത്ത ഭാഗം കൂടെ വായിച്ചാട്ട് മക്കളെ. വചനം ക്ലിയർ ആയിരിക്കണം. അതിനെ കുഞ്ഞിനെ കൊണ്ട് വായിക്കുന്നത്. അടുത്ത ഭാഗം വായിച്ചാട്ട് മോളെ. അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ദാ കിടക്കുന്ന ഗാസയിലെ സകല ബിൽഡിങ്ങുകളെ അവൻ കത്തിക്കും. സ്വത്രം. 2 ആശുപത്രി കത്തിച്ചു, ജസീറ ടെലിവിഷന്റെ സ്റ്റുഡിയോ കത്തിച്ചു, പിള്ളേർ പഠിക്കുന്ന സ്കൂള് കത്തിച്ചു. മതി, സകല അരമനകളെയും അവൻ കത്തിച്ചു കളയും. സ്വത്രം. ഗാസ കൂമ്പാരമാക്കി മാറ്റും. അടുത്ത 2ാമത്തെ പ്രവചനം ബൈബിളിനകത്ത് വായിക്കാം മക്കളെ. സെഫന്യാവിൻ്റെ പ്രവചനം 2, 4, 5, 6. ഇന്നത്തെ പേപ്പറും ഏഷ്യാനെറ്റ് വാർത്തയെ പ്രസംഗിക്കുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ വീട്ടിൽ ചെന്ന് മൊബൈൽ അടിക്കണം, ഗാസ ഇസ്രായേൽ, തുടനെ ഈ ബൈബിൾ പഠിക്കണം. സെഫന്യാവിൻ്റെ പ്രവചനം 2, 4, 5, 6. മക്കളൊന്ന് വായിച്ചാട്ടെ. സെഫന്യാവിൻ്റെ പ്രവചനം വായിക്കാം. അസ്കലോൻ ശൂന്യമായി തീരും. അഷ്കലോൻ ആ ശൂന്യം. ഇന്ന് രാത്രി കേട്ടോണേ. തിരുവനന്തപുരം ജില്ല വേറെ ഞാൻ എടുക്കുന്നില്ല. തിരുവനന്തപുരം പാറശാല കഴിയുമ്പോൾ കളിക്കാവിളയെന്ന് ആ ബോർഡർ ഒന്ന് എടുക്കണം. നെടുവാൻപിള്ള, പിന്നെ കൊടപിള്ളാകം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാരക്കോണം, അതിനിപ്പുറത്ത് ചെറിയ കൊല്ല, പുലിയൂർശാല, അത് കഴിഞ്ഞിട്ട് വെള്ളറട. ഒരു സൈഡ് കേരളം, മറു സൈഡ് തമിഴ്നാട്. കര ഉയരുന്നില്ലല്ലോ. ചൊവ്വായിന്ന് കണ്ട് വന്നേ. പാറശാല, നെടുവാൻപിള്ള, കൊടപിള്ളാകും, അത് കഴിഞ്ഞിട്ട് കന്നുമാമൂട്, നിലമാമൂട്. ആ സ്ഥലമൊന്നും ആർക്കും അറിയത്തില്ലെന്ന്. ചെറിയ കൊല്ല, പുലിയൂർശാല. കൊല്ലത്ത് കിടക്കുന്ന ഞാൻ ഇത്രയും സ്ഥലം പഠിച്ചു, നിങ്ങൾക്ക് ഈ സ്ഥലം അറിയത്തില്ല. സ്വോത്രം. അതിനാ ബൈബിൾ എടുക്കണമെന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുപോലെ അത് തമിഴ്നാടിൻ്റെ ബോർഡറാണ്. അത് നിങ്ങളൊന്ന് വരച്ച് കാണിക്കുക. ഗാസയുടെ ബോർഡറിൽ 5 ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. 1 അഷ്കലോൻ, 2 അഷ്തോദ്, 3 ഇപ്പുറത്തോട്ട് ചേർന്ന് പിന്നെ കിരിയാദ്ഗട്ട്, 4 ബേർഷബ. ഇതാണ് ഈ 4 ചെക്കിംഗ് ഗേറ്റ് തമിഴ്നാട്ട് പോലെ. അപ്പോൾ അഷ്കലോൻ അഥവാ ഇസ്രായേലിൻ്റെ ബോർഡറിൽ അഷ്കലോന് മലയാളി പെൺപിള്ളേരുള്ളിടത്ത് ആദ്യമായിട്ട് ഈ റോക്കറ്റ് വീണ്. അന്നേരം അപ്പന്മാരെയും കൊണ്ട് ടെൻറ്റിനടിയിൽ അഥവാ അടിക്ക് മുറി പോയി എല്ലാം കൂടെ നിലവിളിച്ചത് നിങ്ങളുടെ വീഡിയോ കണ്ട്. അഷ്കലോൻ ശൂന്യമായി പോകും. അടുത്തത് അഷ്തോദ്. വായിച്ചിട്ട് മോളെ. അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കിൽ നീക്കിക്കളയും. അതാ ഉച്ചയ്ക്ക് ഇസ്രായേലിന്റെ മണ്ടയ്ക്ക് പലസ്തീൻ്റെ ഹമാസിന്റെ റോക്കറ്റ് പടപട വന്നടിച്ചത്. അസ്തോദിനെ മധ്യാഹ്നത്തിൽ നീക്കിക്കളയും. ഉച്ചയ്ക്കും സൈറൺ. അടുത്ത വാക്ക് എക്രോന് നിർമൂലനാശം. എക്രോനാണ് ആദ്യത്തെ ഗാസയിലോട്ട് കയറുന്ന ആദ്യത്തെ പോയിന്റ്. നമുക്കറിയാം പാറശാലയിൽ നിന്ന് നമ്മൾ മാർത്താണ്ഡത്ത് ഇങ്ങോട്ട് വരുമ്പോൾ പാറശാലയല്ല ആദ്യം, കളിക്കാവിള കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് ഇഞ്ചിവിള. അതുപോലാണ് ഗാസയിൽ നിന്ന് ആദ്യം കയറുന്ന ചെക്ക് പോസ്റ്റ്. ആദ്യത്തെ പലസ്തീൻ്റെ റൂട്ടിൽ കയറുന്നത് ഇന്നത്തെ എക്രോൻ, ഗാസയുടെ ആദ്യത്തെ മുനമ്പ്. അത് കഴിഞ്ഞിട്ട് കാന്യൂനിസ്, അത് കഴിഞ്ഞിട്ട് സഗർ, ത്രികോണം പോലെ. പഠിക്കണം, ഇതല്ല ലോകത്തിന്റെ ചരിത്രം. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. എക്രോന് നിർമൂലനാശം, അന്നോട്ടടി. അടുത്ത വാക്ക് സമുദ്ര തീര നിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. ദാ കിടക്കുന്ന സമുദ്രതീരത്തുള്ള രാജ്യങ്ങളെല്ലാം ഈ അടി തുടങ്ങിയപ്പം കരഞ്ഞു തുടങ്ങി. 1 സൗദി അറേബ്യ, 2 ലെബനോൻ, 3 ജോർദാൻ, 4 ഈജിപ്റ്റ്, 5 ലിബിയ, 6 എത്യോപ്യ. ഇവരെല്ലാം പറയുന്ന യുദ്ധം അവസാനിപ്പിക്കണം. കരമുയരുന്നില്ലല്ലോ. അതാ ഇന്നത്തെ ചെങ്കടലിലെ പ്രശ്നം. സ്വത്രം. ദാ കിടക്കുന്ന ചെങ്കടലിൽ ഹൂത്തി വിമതർ. അത് മാത്രമല്ല, ഇന്ത്യയിലേക്ക് വന്ന ഇസ്രായേൽ കപ്പൽ വരെ തട്ടിക്കൊണ്ടുപോയി. ക്രേത്യ സമുദ്ര തീര നിവാസികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഒരന്ത്യകാലത്തിലേക്ക് ഇസ്രായേൽ ഗാസ സംഘടന. 3ാമത്തെ പ്രവചനം ഇസ്രായേൽ ഗാസ. ഇരമ്യ പ്രവചനം 47:5-6. ഇതെല്ലാം ബൈബിളിലുണ്ട്. നമ്മുടെ പത്രത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ട് വരുന്ന വാർത്ത നമ്മുടെ ബൈബിളിലുണ്ട്. ജെറമ്യ ചാപ്റ്റർ 47 വേഴ്സ് 5 and 6. വായിച്ചാട്ട് മോളെ. ഇരമ്യ 47:5-6. ഗാസ ഇസ്രായേൽ സംഘടന. വായിച്ചാട്ടെ. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഇതാ സന്തോഷം. ഗാസയ്ക്ക് കഷണ്ടി വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടലെന്ന് ചില മുടിവെട്ടുകാരെ കൊണ്ടുപോയി ഗാസയിലെ ചെറുപ്പക്കാരെ തലമുടി വെട്ടിയെന്നല്ല, ആത്മീയ ഭാഷ. ഗാസയുടെ ഹമാസിന്റെ ലീഡർമാരെ മുഴുവൻ ഇസ്രായേൽ കൊല്ലും. സ്വത്രം.
കഷണ്ടി. ഇതാ പറയുന്നത് സകലത്തിൻ്റെ തലയെടുക്കുമെന്ന്. സ്വോത്രം. ഈ ഹമാസിൻ്റെ ലീഡർമാർ ഇവിടെ രണ്ടുപേരുന്നറിയാമോ? ഖത്തറിനകത്തായിരുന്നത്. അവന്മാരുടെ പേരായിരുന്നു ഖാലിദ് മിഷേൽ, മുഹമ്മദ് ഹനിയ. അവന്മാരുടെ ഓഫീസും അവിടെ ഉണ്ടായിരുന്നു, പ്രൈവറ്റ് എയർലൈൻ ഉണ്ടായിരുന്നു. 150 ബന്ദികളെ വിട്ടപ്പോൾ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഖത്തറിനെ അടിക്കുന്നില്ല, പക്ഷേ നേതാക്കളുണ്ടെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്ത് പറഞ്ഞപ്പോൾ ഈ 2 ഹമാസിൻ്റെ നേതാക്കൾ മൊബൈലും കടക്കെ കളഞ്ഞിട്ട് അവന്മാർ സ്ഥലം വിട്ടു. സ്വോത്രം. ഖത്തറുകാർ പറഞ്ഞു വേഗം രക്ഷപ്പെട്ടോളായി. സ്വോത്രം. ഇന്ന് അവന്മാർ അൾജീരിയയിലെങ്ങാണ്ട് കയറി. എവിടെ ഹമാസിൻ്റെ ലീഡേഴ്സ് ഉണ്ടോ അവനെ മൊത്തം ഇസ്രയേൽ കൈകാര്യം ചെയ്യും. കഴിഞ്ഞ ദിവസം 2 എണ്ണത്തിനെ കൈകാര്യം ചെയ്യുന്നത്. ഗാസയ്ക്ക് കഷണ്ടി. അതിൻ്റെ ഇടയ്ക്ക് പെന്തിക്കോസുകാർ ശ്രദ്ധിക്കണം. പുതുവർഷത്തെ ഇന്ന് പലരും കാറ്റാക്കട കടന്ന് തുള്ളുന്ന പോലെ അനുഗ്രഹമൊന്നുമല്ല. ന്യൂ ഇയറിൻ്റെ തലേന്ന് അവൻ അടുത്തത് ചെയ്തു. ആരാ? അൽ-അഖ്സ മസ്ജിദിൻ്റെ മുൻ ഇമാമിന് പച്ചയ്ക്കവന്മാർ വെടിവെച്ച് വന്നു. പേപ്പർ വായിക്കണം, അല്ല സ്വർണ്ണവും തങ്കവും നോക്കിയിരിക്കും. സ്വോത്രം. കാര്യം പിടി കിട്ടും. സ്വോത്രം. കണ്ടില്ലേ? താണ്ട ജനുവരി 1 മനോരമ, അൽ-അഖ്സ പള്ളിയുടെ മുൻ ഇമാം ഡോക്ടറെ ഇസ്രയേൽ കൊന്നു. അതാണ് വലിയ സംഘർഷം പുതുവർഷത്തിൽ. അതുകൊണ്ടാണ് പല കാര്യം ഇവിടെ നടക്കാൻ പോകുന്നത്. അതാണ് ബൈബിൾ. ഗാസയ്ക്ക് കഷണ്ടി. ഓൾ ലീഡർഷിപ്പ് ഓൺ ഹമാസ് പാർട്ടിസിപ്പൻ്റ് കിൽഡ് ബൈ ഇസ്രായേൽ. അവന്മാരത് കൊല്ലുന്നവർ ഈ അടി നടത്തിക്കൊണ്ടിരിക്കുക. ഇനി ഒരു പക്ഷേ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചിട്ട് നാളെ മറ്റന്നാളോ നിങ്ങൾ പേപ്പർ കാണും, ഹമാസിൻ്റെ ലീഡർ ഇസ്രായേൽ തട്ടിയെന്ന്. സ്വോത്രം. എല്ലാവനെയും തട്ടും. അത് കഴിഞ്ഞിട്ട് ഗാസയ്ക്ക് കഷണ്ടി. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അവരുടെ താഴ്വരയിൽ ശേഷിപ്പായ അസ്കലോൻ മുടിങ്ങിപ്പോയി. ഗാസയുടെ ബോർഡറിൽ കിടക്കുന്ന ഇസ്രായേലിന്റെ താഴ്വാരമാ അഷ്കലോൻ. അവിടെ ഇപ്പോൾ ഒരു പണിയും നടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് വരുന്നുണ്ട്. അഷ്കലോൻ മുടിഞ്ഞു പോകും. അടുത്തത് വായിക്കാം. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. എത്രത്തോളം ഇസ്രായേലി നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. അതിനുവേണ്ടി അവനൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയാ 4 സംഘടനകൾ: ഇസ്രായേൽ, പലസ്തീൻ, ഗാസ. അടുത്ത ഒരു പ്രവചനവും വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. സെക്കരിയ പ്രവചനം 9-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചട്ടെ. സെക്കരിയ പ്രവചനം 9-5-6 വാക്യങ്ങൾ. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഇതാ കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ലോകത്തിലെ 4ാമത് സൈനിക ശക്തിയായിരുന്നു ഇസ്രായേൽ. ഏകദേശം 800ഓളം വിമാനം വണ്ടിയിലുണ്ട്, 300 ആറ്റമായതുണ്ട്, 1,00,000-ൽ പര സേനയുണ്ട്, 4 ലക്ഷം പടയാളികൾ ഇസ്രായേലിനുണ്ട്. അഷ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ആ കാഴ്ച മക്കളെ, ഹമാസിന്റെ പോരാളികൾ ലോകത്തിലെ ഏറ്റവും 4ാമത്തെ സൈനിക ശക്തി. അത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടന മൊസാദ്. മൊസാദ് എന്ന് എങ്ങനെ പേര് വന്നു? ചെറുപ്പക്കാർ നോക്കണം. മൊസാദ് എന്ന് പേര് വരാൻ കാര്യം അത് ഇസ്രായേലിൻ്റെ ഒരു പദമാണ് മൊസാദ്. എങ്ങനെ പേര് വന്നതെന്നറിയാവൂ? പണ്ടേ എരിഹോ ഉറ്റ് നോക്കാനായിട്ട് 2 പേരെ ദൈവം വിട്ടു. സ്വോത്രം. ആരാന്നറിയാമോ? യോശുവ വിട്ടു. അവന്മാരെവിടാ വന്ന്? രാഹാബ് എന്ന ഒരമ്മമ്മയുടെ വീട്ടിലാണ് വന്ന്. സ്വോത്രം. ആ രാഹാബ് എന്ന് പറയുന്ന അമ്മമ്മ എന്തോ ചെയ്തു? തട്ടുംപുറത്ത് യവന്മാരെ കയറ്റിയിരുത്തി. യവന്മാർ എരിഹോയുടെ പ്ലാൻ സ്കെച്ചും എല്ലാം വരച്ച് ആരുടെ കൈ കൊടുത്തു? യോശുവയുടെ കയ്യിൽ. രഹസ്യം. ആ രഹസ്യ സേനയെന്നാ മൊസാദ് എന്ന് പേര് വന്നത്. കണ്ടോ? രാഹാബിൻ്റെ തട്ടുംപുറത്തിരുന്നവന്മാർ അയച്ചു കൊടുത്ത പിക്ചർ വെച്ച എരിഹോ പിന്നെ തകരുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടന മൊസാദ്. അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ദാ വന്നു ഒക്ടോബർ മാസം 7-ാം തീയതി. ഇസ്രായേലേ, എൻ്റെ വാക്കനുസരിച്ചില്ലെങ്കിൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. അടുത്ത വാക്കൂടെ മോളൊന്ന് വായിച്ച സഹായിച്ചാട്ടെ. ഗസ്സയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. ദാ കിടക്കുന്ന ഗസയിലെ സകല കെട്ടിടങ്ങൾ പിടിച്ചു നിരത്തും. കണ്ടില്ലേ? ഏകദേശം 10 ലക്ഷം കുഞ്ഞുങ്ങൾ അഭയാർത്ഥികളായി ദാ പോയിരിക്കുന്നു. സ്വോത്രം. കിടക്കാനിടയില്ല, വെള്ളമില്ല, പട്ടിണി കൊണ്ട് മരിക്കുന്നു. ദാ കിടക്കുന്ന ഗസയും എക്രോനും. ഗാസ സ്റ്റാർട്ടിങ്, എക്രോൻ ആദ്യത്തെ സിറ്റി, ദെൻ കാന്യൂസ്, ദെൻ സാഗർ. ഇതെല്ലാം അവൻ ഇടിച്ചു നിരത്തും. ഇസ്രായേൽ ക്യാമ്പ് സഹിതം അവൻ ഇടിച്ചു നിരത്തും. അതുകൊണ്ട് അവരോട് ലഘുലേഖ പ്ലെയിൻ ഇട്ടിട്ട് കൊടുത്ത് എവിടെങ്കിലും പോയി മാറിക്കോണം. സകലത് ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട് വരെ അവൻ ഇടിച്ചു നിരത്തുമെന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്ക് മോൾ വായിച്ചാട്ടെ. അടുത്ത വാക്ക്. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. അറബ് ലീഗ് എല്ലാം കൂടി, ലോകരാഷ്ട്രങ്ങളും കൂടി പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. UN-നകത്ത് തെരഞ്ഞെടുപ്പ് നടത്തി എല്ലാവരോടും പറഞ്ഞ് ഇസ്രായേൽ അടി നിർത്താൻ. ഇസ്രായേൽ പറഞ്ഞ് മിണ്ടാതിരിക്കാൻ. നമ്മുടെ കേരളത്തിൽ എത്ര റാലി നടത്തി? കോൺഗ്രസ്സുകാർ റാലി നടത്തി, CPM-കാർ റാലി നടത്തി, മുസ്ലിം സഹോദരന്മാർ റാലി നടത്തി. എല്ലാം വീഡിയോ അയച്ചു. ഇസ്രായേൽ പറഞ്ഞ് നിങ്ങൾ തന്നെ ഇരുന്ന് കണ്ടോളാം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ആര് പുത്തരിക്കണ്ടത്ത് റാലി നടത്തിയാലും കോഴിക്കോട്ട് റാലി നടത്തിയാലും അതൊക്കെ വോട്ടിന് വേണ്ടിയ റാലി. ആര് നടത്തിയാലും ഒരു രക്ഷയില്ല. UN-ന്റെ ജനറൽ സെക്രട്ടറി യുദ്ധം നിർത്താൻ പറഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയാം, മര്യാദയ്ക്ക് ഇരുന്നില്ല, ഇടാനുള്ള ഉടുപ്പ് മേടിക്കാൻ കാശ് ഞങ്ങൾ തരത്തില്ലെന്ന്. സന്തോഷമില്ലല്ലോ? പിന്നെ എന്തോ ചെയ്യും? സ്വോത്രം. നമ്മുടെ ഇവിടെ ഞാനൊരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല. എല്ലാവരും നമ്മുടെ സ്നേഹിതരല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ പല കേസുകൾ, പല ആരോപണങ്ങളും വരും. രാവിലെ ഏഷ്യാനെറ്റിൻ്റെ 2 ചാനലുകാരുണ്ട്. സ്വോത്രം. അമാർ ഡൽഹി ചെന്നിട്ട് CPM-ന്റെ കേന്ദ്ര ഓഫീസിൻ്റെ അവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ സീതാറാം യെച്ചൂരി പെരിയ ഒരു കൊച്ചു ബാഗുമായിട്ട് വരും. ഇംഗ്ലീഷിൽ ഏഷ്യാനെറ്റിൻ്റെ മോർ ക്രൈസിസ് ഇൻ കേരള, CM അഫക്റ്റഡ് മോർ അലയൻസ്. നമ്മുടെ മുഖ്യമന്ത്രി ഒരുപാട് പ്രശ്നത്തിൽ എന്താ വല്ല പ്രതികരണം ഉണ്ടോയെന്ന്. അപ്പം
ഈ സീതാറാം വെച്ചവർ പറയും നോ കമൻസ്. കാര്യം എന്താണെന്നറിയോ? മിണ്ടാൻ പറ്റിയല്ല. പിണറായി കാശയച്ചു കൊടുത്തിട്ട് ആ പുള്ളി മുണ്ടും ചട്ടയും മേടിക്കുന്നു. സ്വോത്രം. പിന്നെ വല്ലതും പറയാൻ പറ്റുമോ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് കേന്ദ്രത്തെ ആരും മിണ്ടത്തില്ല. അതുപോലെ ഇന്ന് രാത്രി യഹൂദൻ്റെ കാശ് കൊണ്ടാണ് UN നിലനിൽക്കുന്നത്. അതുകൊണ്ടല്ലോ പിന്നെ ഇസ്രായേലിനോട് പറഞ്ഞപ്പം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മര്യാദയ്ക്ക് ഇരുന്നില്ല നിൻ്റെ കുപ്പായ ഊരുവന്നു. സ്വോത്രം. UN ഒക്കെ വെറും പടമാ മക്കളെ. സ്വോത്രം. ആ UN സെക്രട്ടറി പറഞ്ഞിട്ട് ഇസ്രായേൽ നിർത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ നേതാക്കളെല്ലാമാരെല്ലാം കൊടി പിടിച്ച് എല്ലാം കൊടിയും പിടിച്ച് വീട്ടിലായി. സ്വോത്രം. ഒരു രക്ഷയില്ല. ആര് പറഞ്ഞാലും ഇവ അനുസരിക്കത്തില്ല. അങ്ങനെ ഒരു സാധനമാണ്. അടുത്ത വാക്കൂടെ മോൾ വായിച്ചാട്ടെ. സെക്രിയ പ്രവചനം 9:5. ഗാസ വായിച്ചാട്ടെ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ഇത് എന്ന് തീരും? അന്ന് യുദ്ധം തീരും. പാസ്റ്റർമാർ ശ്രദ്ധിക്കുക. ഹമാസിൻ്റെ മുഴുവൻ ലീഡർമാരെ ഇവരെന്ന് പെട്ടിക്കകത്ത് കയറ്റും. അന്ന് ഈ അടി തീരും. അല്ലാതെ ഇനി ഏതൊക്കെ രാജ്യങ്ങൾ കൊടി പിടിച്ചാലും അവനൊരു ചാർട്ട് വെച്ചിട്ടുണ്ട്. ഒരു യഹൂദൻ സമം 10 ജാതിയായിരുന്നു അവൻ്റെ കണക്ക്. സ്വോത്രം. ഒരു യഹൂദൻ സമം 10 ജാതിയായിരുന്നു. 1400 14,000 ആയിരുന്നു. പക്ഷേ ഇപ്പം കാലം മാറി 23,500 കഴിഞ്ഞിട്ടും അവൻ്റെ രക്തക്കൊതി തീർന്നിട്ടില്ല. നാട്ടുകാർ മൊത്തവും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു തൽക്കാലം ഒരു വെടിനിർത്തലെങ്കിലും കൊടുക്കണമെന്ന്. ഇസ്രായേൽ പറഞ്ഞു മിണ്ടണ്ട, നമ്മൾ രണ്ട് ഇപ്പോൾ സഹോദരന്മാരെ മര്യാദയ്ക്ക് നിൽക്കുക. സ്വോത്രം. ഇന്ത്യക്കാരും ഇപ്പം മിണ്ടുന്നില്ല. സ്വോത്രം. കണ്ടുന്നില്ല. ഒറ്റ രാജ്യങ്ങൾ മിണ്ടത്തില്ല. യവനില്ലാതെ കാര്യം നടക്കത്തില്ല. വെറുപ്പിക്കത്തില്ല. സൗരങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലുണ്ടല്ലോ, അതിനകത്ത് 4-5 കാര്യമുണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, വാട്സപ്പ്. ഇതെല്ലാം എവിടുന്നാണ് വരുന്നത്? BSNL ഐഡിയ അല്ല. ഇസ്രായേലിൻ്റെ ഒരു പർവ്വതനിരയുണ്ട്. അതാണ് ഏലാത്ത് താഴ്വര. അതിന് ഏലാത്ത് വാലി എന്ന് അവിടെ വിളിക്കുന്നത്. അവിടെ ഈ ടവറുകളെല്ലാം ഇരിക്കുന്നത് ആരാ? മൈക്രോസോഫ്റ്റ്, ഇൻറ്റൽ, IBM. അപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബും വാട്സപ്പും ട്വിറ്ററും എല്ലാം അറിയില്ല. യവൻ്റെ കയ്യിലാണ്. സ്വോത്രം. നമ്മുടെ കാട്ടാക്കടയിലെ കണ്ടലയിലെ ലൈമാൻ എവിടെയെങ്കിലും ബിവറേജൻസിൽ പോയി ഒരു 150 അടിച്ചിട്ട് വന്ന് ട്രാൻസ്ഫോമറിലെ 3 പീസ് ഊരി നമ്മുടെ കറണ്ട് പോയി. സന്തോഷമില്ലല്ലോ. അതുപോലെ യഹൂദന് പണ്ടേ വിവരമില്ല. 3 പീസ് ഊരിയ നമ്മുടെ മൊബൈലും തീർന്ന്, കച്ചവടവും തീർന്ന്, ബാങ്കും തീർന്ന്. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇതില്ലേ പിന്നെ ബാങ്കിൽ പോയാൽ പൈസ കിട്ടും അമ്മമ്മ. അതുകൊണ്ട് അവനെ ആരും പറപ്പിക്കത്തില്ല. സ്വോത്രം. യവൻ ഊരിയ നമ്മുടെ പരിപാടിയെല്ലാം തീർന്ന്. അതുകൊണ്ട് ഇന്ന് അമ്പച്ചന്മാരും അമ്മച്ചിമാരെയും പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റർമാരെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഞങ്ങൾ പല പാസ്റ്റർമാരും ബൈബിൾ പിടിക്കാറില്ല. ബൈബിളൊക്കെ പഴഞ്ചനായിപ്പോയി. ഇപ്പോൾ മേശപ്പുറത്തിട്ട് കുത്തുന്ന ടാപ്പൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല. പക്ഷേ കുഴപ്പം എന്തോന്നറിയാമോ? യവൻ ഡേറ്റ കട്ട് ചെയ്താൽ നമ്മുടെ ടാബ് മറുകയാണ്. സ്വോത്രം. പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഈ 2 ചെവിയുള്ളൊരു 2 പിന്നെ സാത്താൻ്റെ കൊമ്പുപോലിരിക്കുന്ന മോഡം ഉണ്ടല്ലോ, അവനും വർക്ക് ചെയ്യത്തില്ല. സ്വോത്രം. ഇന്നാൾ 3 മണിക്കൂർ വാട്സപ്പ് ഇല്ലാഞ്ഞപ്പോൾ ആരാണ്ടൊക്കെ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പത്രത്തിനകത്ത്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് സ്റ്റേജിൽ പാടുന്ന കുഞ്ഞുങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. സ്റ്റേജിൽ പാടുന്ന അരുമயான കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ദയവ് ചെയ്ത് ഡേറ്റായി പാട്ടെടുക്കരുത്. നിങ്ങളുടെ പാട്ട് പുസ്തകത്തിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾ ക്യാമറ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. കാര്യം എന്താണെന്നറിയാവും? ഇവിടെ പാടാൻ വരുമ്പോൾ ഡേറ്റ ഇല്ലെന്നുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ നോക്കുമ്പോൾ തെളിഞ്ഞു വരത്തില്ല. ഡേറ്റ ഉണ്ട്. റെസ്പോണ്ടിങ് നോട്ട് റെസ്പോണ്ടിങ് ആണ്. അത് മാത്രമല്ല, അമ്മച്ചിമാർ അനേകം പേര് ഇന്നലെയും കൺവെൻഷൻ കേൾക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പെൺപിള്ളാരെ കെട്ടിക്കുമ്പോൾ വളരെ അത്യാവശ്യം 2 പാട്ട് പുസ്തകം മറുവീട്ടിൽ പോകും. ഒന്നി അലമാരി അല്ലെ വാഷിംഗ് മെഷീൻ. കാര്യം എന്താ? എവള് കല്യാണം കഴിഞ്ഞ് നല്ല വീട്ടിൽ പോകുമ്പോൾ അവിടെ ചെന്നിരിക്കുന്ന പ്രായ അപ്പച്ചന വന്ന മോളോട് പറയും വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് പായിട്. മൊബൈൽ നോക്കി വന്നനെ യേശു വരെ പാടാൻ നോക്കിയപ്പോൾ മൊബൈലും ഇല്ല, ഡേറ്റയില്ല. കാര്യം കുഴയത്തില്ലയോ? അപ്പോൾ എന്തോ നമ്മുടെ ആ മലമാരിയിലോ സ്വോത്രം അത് അല്ലെങ്കിൽ ആ വാഷിംഗ് മെഷീൻ്റെ അതിനകത്ത് ഒരു പാട്ടുഷവും കിടന്ന എടുത്ത് സുന്ദരമായിട്ട് പാടാം. വന്നനം യേശു വര. അമ്മച്ചിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് IPയുടെ കൺവെൻഷൻ എവിടെയെങ്കിലും പോകുമ്പോൾ 10 രൂപയുടെ 2 പാട്ടുഷവും മേടിച്ചിട്ടേക്കണേ. പെൺപിള്ളേരെ കെട്ടിച്ച് വിടുമ്പോൾ പാട്ടുഷവും അതിട്ടാൽ വീട്ടിൽ കലകം ഉണ്ടാകത്തില്ല. സന്തോഷമില്ലല്ലോ. യവൻ ഊരിയ എല്ലാവരും തീരും. അതുകൊണ്ട് അവനോട് ആരും മറുതലിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ കരയുന്നൊരു ദിനം വരും. എന്താ ഇസ്രായേൽ കരയുന്ന ദിനം വരും? ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായ സംഭവം. താമസമില്ല. ഇന്നത്തെ രാജ്യങ്ങൾ അവനെ കൈവിട്ട് കളയും. 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 കാനഡ, 4 ഓസ്ട്രേലിയ. അത് കഴിഞ്ഞിട്ട് ഈ രാജ്യങ്ങളെല്ലാം ആരെ കൈവിടും? ഇസ്രായേലിനെ കൈവിടുന്ന ഒരു കാലം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നീ നിലവിളിക്കുന്നൊരു കാര്യം. ഇവരെല്ലാം കൈവിടുമ്പോൾ ഇരമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ആരും പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്ന ഇസ്രായേൽ നിലവിളിക്കാൻ പോകുന്നൊരു ദിനം വരാറായി. ഇരമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. അയ്യോ, അത് അവൻ്റെ ബാല്യം മുതൽക്കുള്ള ശീല. ഈ വചനം ഒന്നെടുത്ത് വെച്ചാൽ നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീ കേൾക്കയില്ല. അടുത്ത വാക്ക്
എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. മോള് വാക്ക് മാറ്റല്. ബാല്യം മുതൽ അവന്റെ ശീലം ഇതല്ലയോ. പണ്ട് ഒരുത്തനുണ്ടായിരുന്നു, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, കഴുത അന്വേഷിച്ച് പോയ ശൗൽ. അവൻ ആരായി? ഇസ്രായേലിന്റെ രാജാവായി. പ്ലാൻ വിട്ട് പദ്ധതി വിട്ടുപോയി, ദൈവകൽപ്പന നിരസിച്ചോ. അവനും പോയി. എൻ്റെ വാക്ക്. രണ്ടാമതൊരുത്തനുണ്ടായിരുന്നു ദാവീദ്. സന്തോഷമില്ലല്ലോ, നല്ല അരുമயான രാജാവ്. കാട്ടിൽ കരമടിച്ച് ഇശായിയുടെ കുറ്റിയിൽ കിടന്ന വരുന്നത് ആരാ? ശമൂവേൽ ചെന്ന് വീട്ടിൽ ചെന്നു. ഇശായോട് പറഞ്ഞാൽ നിൻ്റെ ഒരു മകനുണ്ടല്ലോ. അവൻ പറഞ്ഞ് കാട്ടിനകത്ത് നാട്ടിൻ്റെ കൂടെ കിടക്കുക, അവൻ വരട്ട്. അവൻ വന്ന ഉടനെ എന്തോ ഇത് കരം വെച്ച് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവാക്കി. വീടും കാറും എല്ലാം കിട്ടി. ശൗലിൻ്റെ ഭാര്യയായ ശൗലിൻ്റെ മകളെ മീക്കലിന് മണവാട്ടിയായിട്ടും കിട്ടി. പിന്നെ അവൻ പള്ളിയിൽ പോകത്തില്ല, ഒന്നും ചെയ്തില്ല. അന്നാ മക്കളെ സാംസങ് ഗാലക്സി 7 എന്ന ഈ ക്യാമറ ഇറങ്ങിയത്. വൈകിട്ടായപ്പോൾ സന്ധ്യായോഗമല്ല, വീട്ടിൻ്റെ ടെറസിൽ ഇരുന്ന് നാട്ടിലെ പെൺപിള്ളേരെ നോക്കുക. സത്യം മലയാളം പച്ചയ്ക്ക് പറയാം. അങ്ങനെ ഇരുന്നപ്പോൾ ഊര്യാവിൻ്റെ ഭാര്യയെ കണ്ടു. ആൾക്കാരെ വിട്ടിട്ട് പറഞ്ഞ് അവളെ ഇഞ്ഞ് കൊണ്ടുവരാ. കൊട്ടാരത്തിൽ വന്നു. മലയാളം പറഞ്ഞ കാര്യം കൈവിട്ടുപോയി. കാര്യം കൈവിട്ടുപോയപ്പോഴാണ് പണ്ടത്തെ ബൈബിൾ ക്ലാസ് ഓർത്തത്. സ്വോത്രം. അപ്പോൾ എങ്ങനെങ്കിലും രക്ഷ നേടണം. പാസ്റ്റർമാർ പറയുന്നത് സമാധാനത്തീര്. ഊര്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞ് റെസ്റ്റ് ഹൗസിനകത്ത് ഭാര്യയെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് സന്തോഷമായിട്ട് നിങ്ങൾ കുടുംബമായിട്ട് കഴിയണം. ഊര്യാവ് പറഞ്ഞ എൻ്റെ ജനം, ഞാനൊരു യഹൂദനാ, പാളയത്തിനകത്ത് പടയ്ക്കകത്ത് ഹല്ലേലൂയ അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭാര്യയായിട്ട് ശയിക്കാനോ രാജാവേ, എന്നെ അതിന് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദിന് പിടികിട്ടി. ഉടനെ നമ്മുടെ ഗുണ്ടുകാട് സഹോദരങ്ങളെ വിളിച്ച് ഊര്യാവിനെ കഷ്ടത്തിലാക്കി പച്ചയ്ക്കമത് വെട്ടി തീർത്തു. സ്വോത്രം. ആദ്യം കോട്ടേഷൻ ദാവീദ് കൊടുത്തു. സ്വോത്രം. ഇപ്പോൾ അവൻ ഉറക്കമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സഭയിൽ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കുക. അപ്പോൾ ആരൊക്കെ പറഞ്ഞു ഇവിടുന്നോ പ്രവാചകന്മാർ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസമൊക്കെ ദാവീദ് പോയി കൈയൊക്കെ അടിച്ച് വളരെ താഴ്മയോടെ എളിമയോടെ പാട്ടൊക്കെ പാടി. 21 പകല് രാവിലെ നല്ല ദാവീദച്ചൻ നല്ല വെള്ള ഉടുപ്പും വെള്ള മുണ്ടുപാട്ട് TPM അപ്പച്ചൻ ചെല്ലുന്ന പോലെ ചെന്നപ്പോൾ അവസാന ദിവസം ഒരു പ്രവാചകൻ വന്നു. പേര് നാഥാൻ. പെന്തിക്കോസ്തുകാർക്ക് ഇഷ്ടമല്ലാത്ത പ്രവാചകൻ. നാഥാൻ വന്ന് നല്ല പ്രസംഗം അങ്ങ് നടത്തി. ഉടനെ ദാവീദ് എന്ന് തലേ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു. നാഥാനെ ദൈവമായിട്ട് കൊണ്ടുവന്ന് ആ സാക്ഷ്യം പറയാൻ ഒരു അവസരവും ദൈവദാസം കൊടുത്തു. ഉടനെ ദാവീദച്ചൻ ഇന്ന് വരെ പാടാത്ത നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി, എൻ്റെ ശാപങ്ങൾ കർത്തൃമേശ എല്ലാം എടുത്തു. ഉടനെ ദാവീദ് പറഞ്ഞു, പാസ്റ്റർ ദയവ് ചെയ്ത് വീട്ടിലോട്ട് വരണം, വീടൊക്കെ അല്പം കുഴഞ്ഞു കിടക്കും. പാസ്റ്റർ വന്ന് കൈവച്ച് 2 അന്യഭാഷ പറഞ്ഞാൽ ശരിയാവത്. ഉടനെ നാദാമ്പ ഉപദേശോട് പറഞ്ഞു, എന്തായാലും ദാവീദ് വിളിച്ചതല്ലോ, ഞാൻ അങ്ങോട്ട് പോവാം. ദാവീദ് വീട്ടിൽ ചെന്ന ഉടനെ അമ്മമ്മ നല്ലൊരു ബ്രൂ കോഫിയൊക്കെ കൊടുത്ത്. ഉടനെ ചോദിച്ചു അൽഫഹാം, കുഴിമന്തി, മട്ടൻ. നാദാൻ പറഞ്ഞു എല്ലാം അവിടെ ഇരിക്കട്ടെ, ഒരു ചെറിയ സംഭവം ഉണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. കേട്ടോണം ഇതാക്കാതെ. ദാവീദ് അവിടെ ഇരുന്ന് നാദാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ചെറിയ കഥയുണ്ട്, ഇത് കേട്ടോണമെന്ന് പറഞ്ഞു. നാദാൻ കഥ പറഞ്ഞു തുടങ്ങി. ഒരു രാജ്യത്തിനകത്ത് നല്ലൊരു ഭരണാധികാരി, പോലെ നല്ല ധനവാന ആടുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു. അവനൊരു കുഞ്ഞു പെണ്ണാടേ ഉള്ളായിരുന്നു. സ്വോത്രം. അത് കറന്ന് മാറണല്ലോ മിൽമയെ കൊടുത്തിട്ട് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. സന്തോഷമില്ലല്ലോ. ഈ ആട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ദാവീദിന് ആടിൻ്റെ കൂടെ കിടന്നുണ്ട്. അപ്പോൾ അടുത്ത കാര്യം പറഞ്ഞു. നാദാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ്റെ ധനവാൻ്റെ വീട്ടിൽ വിരുന്ന് വന്നപ്പോൾ ആളെ വിട്ട് പാവപ്പെട്ട ദരിദ്രൻ്റെ വീട്ടിൻ്റെ ആട്ടിനെ കട്ട് ചെയ്ത് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി അവർ കഴിച്ചെന്ന് അവൻ്റെ വരുമാനം നിന്ന് ഒറ്റയടിക്ക് നാദാൻ വാക്ക് കേട്ടപ്പോൾ ദാവീദ് എഴുന്നേറ്റ്, ആരോ ആ ക്രൂരകൃത്യം ചെയ്ത രാജാവ്. ഉടനെ നാദാൻ പറഞ്ഞു, ഞങ്ങളായിരുന്നു പറഞ്ഞാൽ ബൈട്ടോ ബായി ഇരിക്കും, നമുക്ക് പെരിയ ശരിയാക്കാം. സ്വോത്രം. പക്ഷേ നാദാൻ നെഞ്ചത്ത് നോക്കി ഒരൊറ്റ വർത്താനം പറയാം, ആ ക്രൂരകൃത്യം ചെയ്ത മഹാപാതകൻ നീയാ ദാവീദേ. സ്വോത്രം. അപ്പം നെടുമ്പാടടിച്ചു. സ്വോത്രം. 51 സങ്കീർത്തനം എഴുതി. ഒരു സഭയിലും വായിക്കത്തില്ല. അങ്ങയുടെ മഹത്വത്തിൻ്റെ കരുണയും ദയയും പ്രകാരം എന്നോട് മനസ്സലിവ് കാണിക്കണമേ, ഞാൻ വീണുപോയി. സ്തോത്രം. ഇതാ പ്രവാചനം. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ പ്രവാചകന്മാർ ഇങ്ങോട്ട് വന്ന സഹോദരിമാരെ അമ്മണി സിസ്റ്ററെ വീട് വരുന്നു. പണ്ടത്തെ അരിയാട്ട് മിഷൻ പോലെ തല കറക്കിക്കൊണ്ടിരിക്കുക. അതല്ല പ്രവചനം. സ്തോത്രം. അതൊന്നും പ്രവചനമല്ല. എന്താ യഥാർത്ഥ പ്രവചനം? പാപം ചെയ്ത മനുഷ്യൻ ദൈവ തേജസ്സിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ മരണം പിടിക്കുമ്പോൾ അവൻ നരകത്തിലേക്ക് യാത്ര ചെയ്യാതെ ഒരിക്കൽ കൂടി തന്നിൽ നിന്ന് നഷ്ടപ്പെട്ട രക്ഷ മടക്കിക്കൊണ്ടുവന്ന് അവനെ നിത്യതയിൽ ഉറപ്പിക്കുന്ന പ്രവാചകന്മാർ കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആരും നശിച്ചു പോകാതെ ഏവരും നിത്യജീവൻ പ്രാപിപ്പാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ ആ കാൽവറിയിലെ സ്നേഹം വിളമ്പിക്കൊണ്ട് പാപത്തിൽ, മദ്യപാനത്തിൽ, മയക്കുമരുന്നിൽ ഒരിക്കൽ സഭയിൽ നിന്ന് കൈവിട്ടുപോയ ഒരു കുഞ്ഞിനെ കരം വെച്ച് അനുഗ്രഹിച്ച് അവനെ മടക്കിക്കൊണ്ടുവന്ന് അവൻ്റെ അകത്തൊരു പുതിയ ചൈതന്യം കൊടുത്തൊരു നല്ല പൈതലായി മാറ്റുന്ന പ്രവാചകന്മാർ IPAയിൽ മാത്രമല്ല നമ്മുടെ സഭയിലും എഴുന്നേൽക്കട്ടെ. സ്തോത്രം.
വളരെ ക്ലിയർ, വളരെ ക്ലിയർ. പ്രവചനമൊക്കെ തുച്ഛീകരിക്കരുത്. നല്ല പ്രവാചകന്മാരുമുണ്ട്. പിന്നെ ഒരു മലയാളം നാളെ കൊണ്ട് ഞാൻ യോഗ അവസാനിപ്പിക്കാം. ഒരു പ്രവചന ശുശ്രൂഷയ്ക്ക് പോകുന്ന ദൈവദാസന്മാർ രാവിലെ ബൈക്കേ പോകരുത്. 7 ദിവസം മുമ്പ് പ്രാർത്ഥിക്കണം, മുട്ടുമടക്കി, കർത്താവേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ എന്നോട് കൃപ കാണിക്കണമേ. ഇതാ പ്രവചന ശുശ്രൂഷ. കഴിവതും 7 ദിവസമെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വേണം. പ്രവചനം തെറ്റല്ല. പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകർ ഇവരെല്ലാം വെച്ചിട്ടുണ്ട്. പുതിയ നിയമസഭയുടെ അടിസ്ഥാനമാണ്. പക്ഷേ പ്രവചനത്തിന് ദൈവ നിയമപ്രകാരം വിളിയുള്ളവൻ മുട്ടുമടക്കണം. 1, ശൗൽ അതുവഴി പോയി. 2, അടുത്തത് ദാവീദ്, എൻ്റെ വാക്ക് ബാല്യം മുതൽ നീ അനുസരിക്കാത്ത കാലം. അടുത്തത് വേറൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ബിലയാം. നല്ല പ്രവാചകൻ, സ്തോത്രം. അവന് ബാലാക്കിൻ്റെ കൊട്ടാരത്തിലെ മോഹക്കാഴ്ച കണ്ട് സ്വർഗം പറഞ്ഞ പ്രവചനം എല്ലാം മാറ്റി. പുള്ളി യാത്ര ചെയ്ത് ഞങ്ങളുടെ കിനോവയിലല്ലായിരുന്നു, കഴുത കണ്ടലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ കഴുത ഇവിടെ പോയി കീഴാറൂറിൽ പോയി. എന്നിട്ടും മാനസാന്തരപ്പെട്ടില്ല, സ്തോത്രം. 2ാമത് കഴുത എന്തോ ഇത് മതിലിൻ്റെ ഇടയ്ക്കൂടെ പോയി, സ്തോത്രം. എന്നിട്ട് അവൻ്റെ കാല് ഭിത്തിച്ചെന്നറിഞ്ഞ് ആശ്വാസ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പഠിച്ച് ബാൻഡേഡ് ഒട്ടിച്ചിട്ട് ഈ പ്രവാചകൻ ഗുണപ്പെട്ടില്ല, സ്തോത്രം. 3ാമത് കഴുത ഇങ്ങനെ പോയപ്പോൾ ദൂതം നിൽക്കുക. പാവം കഴുത അവിടെ കിടന്ന് നമ്മുടെ അഭിഷേകത്തിൻ്റെ പടിയല്ല, കയ്യിരുന്ന ചാട്ടവാറെടുത്ത് ഒരൊറ്റയടി കഴുതയുടെ മണ്ടയ്ക്ക്. കഴുത ഏതാ എബ്രായ ഭാഷ സംസാരിച്ച്, നീ എന്തിനാ എന്നെ അടിക്കുന്നതെന്ന്, സ്തോത്രം. സന്തോഷമില്ലല്ലോ. കർത്താവ് ആരാ? ഒരു ഉപദേശിയുടെ മാനസാന്തരത്തിന് കഴുതയെ കൊണ്ട് സംസാരിച്ചപ്പനാ, സ്തോത്രം. അയ്യോ, വിശ്വാസിയുടെ മാനസാന്തരത്തിനല്ല, കഴുതയെ കൊണ്ട് സംസാരിച്ചു. കഴുത എന്താ പറഞ്ഞത്? എൻ്റെ മുൻപിൽ പ്രതിയോഗി നിൽക്കുന്നു, അപ്പോൾ എൻ്റെ വാക്കനുസരിക്കാതിരിക്കുന്നത്. 1, ശൗൽ, 2, ദാവീദ്, 3, ബിലയാം. വേറെ ഒരുത്തനുണ്ടായിരുന്നു, യോശുവയുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു, ആക്കാൻ. സന്തോഷമില്ലല്ലോ. പെന്തിക്കോസ്തുകാരുടെ കാര്യമെല്ലാം പോയി, സ്തോത്രം. അതെല്ലാം എരികോ പിടിക്കാൻ പോയപ്പം ഈ കൂട്ടത്തിൽ പെട്ടിയാട്ടോയ്ക്കകത്ത് എല്ലാം കൂടെ അവൻ വീട്ടിൽ കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ, സ്തോത്രം. അവനും ഒരു യഹൂദനായിരുന്നു, സ്തോത്രം. അവസാനം അവനെ എവിടാ കൊണ്ടിട്ടെന്നറിയാമോ? ആക്കോർ താഴ്വരെ കൊണ്ടുവന്ന് അവൻ്റെ തലയിൽ കല്ല് വീണെന്ന്. പെന്തിക്കോസ്തുകാരുടെ കരം ഉയരുന്നില്ല. കർത്താവിൻ്റെ മേരിൽ പെട്ടിയാട്ടോയ്ക്കകത്ത് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ട് കുടിച്ചിട്ടേക്കുന്ന എല്ലാ ആക്കാമാരെയും കർത്താവ് കല്ലെറിയാൻ തയ്യാറായിരിക്കുക. സന്തോഷമില്ലല്ലോ, സ്തോത്രം. സന്തോഷമില്ലല്ലോ. അത് ഞങ്ങളാകട്ടെ, സഭാ നേതാക്കളാകട്ടെ, ദൈവനാമത്തിൽ വേലക്കാരൻ കൂലിക്ക് വകയാൻ സുവിശേഷത്തിന് വേണ്ടി എവിടുന്നെങ്കിലും പണം കിട്ടി മക്കളുടെ പേരിലും കൊച്ചുമക്കളുടെ പേരിലും ബാങ്ക് ബാലൻസും ഉണ്ടാക്കി വൻ മണിമന്ദിരങ്ങൾ പണിഞ്ഞ് നടത്തുന്ന CSIക്കാരല്ല, അവർ അത്രയും ക്ലിയറാണ്. കത്തോലിക്കരല്ല. ആദ്യം കർത്താവ് ചൂരിലെടുക്കാൻ വന്ന പെന്തിക്കോസ്തുകാരെ. സന്തോഷമില്ലല്ലോ, ഇനി വന്നില്ലേലും വേണ്ടിയല്ല. ആക്കാൻ്റെ തലയിൽ വീഴാൻ കല്ല്, അഹരോനെ ന്യായം വിധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം. ബിലയാമിൻ്റെ ശരീരത്തിനകത്ത് അവസാനം കഴുതയുടെ വഴി പോയിട്ട് അവസാനം ബിലയാം എവിടെ തീർന്നു? അനുഗ്രഹിക്കപ്പെട്ട അടക്കം കിട്ടേണ്ട ബിലയാം വഴി വെച്ച് തീർന്നു പോയി. സ്തോത്രം. ക്ലിയർ ആയില്ലയോ? ഇത് ഇരുവായ്ത്തലയുള്ള വചനമാ മക്കളെ. ഇനി വന്നില്ലേലും എല്ലാവരും ഇത് അനുഗ്രഹം എന്ന് പറയും. അനുഗ്രഹമല്ല, ഇതിൻ്റെ അപ്പുറത്ത് ന്യായവിധിയുണ്ട്. പണ്ടത്തെ കാലത്ത് എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിലൊക്കെ മരച്ചീനിയുണ്ട്. വൈകിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വെളയിൽ പോയി നല്ല മരച്ചീനി പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ഇത് ചിരണ്ടി കൊടുക്കും. അമ്മച്ചി ഒരു കുട്ടവും വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഈ കുട്ടുവത്തിനകത്ത് അരിയുന്നു. അതിൻ്റെ ഇടയ്ക്ക് പഴയ കാലത്ത് അമ്മച്ചിയാണ് ഞങ്ങളുടെ അമ്മച്ചി, സ്തോത്രം. ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈയിരിക്കുന്ന നല്ല മൂർച്ചയുള്ളൊരു ഇരുമ്പ് പടപടാ ഇങ്ങനെ മരച്ചീനി വെട്ടുന്ന തുണ്ടായിട്ടാണ് വീഴുന്ന കൊട്ടയ്ക്കകത്ത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി എന്തോ മുതുകത്തെ ഈ ഇരുമ്പ് വെച്ച് ഒരു ചൊറിയും ഒരു കുഴപ്പമില്ല, സ്തോത്രം. ഒരിടത്ത് മരച്ചീനി വെട്ടിമുറിക്കും, മരടത്ത് മുതുവും ചൊറിയും. അതാ ദൈവത്തിൻ്റെ വചന, സ്തോത്രം. നീ നേരെ തിന്നാൽ നിനക്ക് ആശ്വാസം, മറുതലിച്ചാൽ ഇത് ഇരുവായ്ത്തലയുള്ള വാള. മിണ്ടുന്നില്ലല്ലോ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാള്. ഇന്ന് രാത്രി സത്യവചനം കേട്ടുകൊള്ളണം. അങ്ങനെയെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഗമിക്കുന്നത്. ഇടവേളയിലേക്ക് പോകുമ്പോൾ അടുത്ത വാക്കൂടെ വായിച്ചോട്ടെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോരിടരളി നിന്റെ വാക്ക് കേൾക്കയില്ല. അടുത്ത വാക്ക് വായിച്ചോട്ടെ. നിന്നെ മേയ്ക്കുന്നവരെ ഒക്കെയും. ഈ ഭാഗം എല്ലാവരും ബൈബിളിൽ നോട്ട് ചെയ്യണം. നിന്നെ മേയ്ക്കുന്നവരെ ഒക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. എന്താ കൊടുങ്കാറ്റ്? റീത്തയും കത്രീനയും വിൽമയല്ല, സാമ്പത്തിക മാന്യം. ആരാ? അമേരിക്കയിൽ എങ്ങ് പോകണ്ട. ഞാൻ അമേരിക്കയിൽ പോയിട്ടുള്ള ആളല്ല സുനിൽ പാസ്റ്റർ. എല്ലാവരും അമേരിക്കക്കാരൻ്റെ പ്രസംഗം കേൾക്കുന്നത്. 4:30 5 മണിക്ക് വീട്ടിൽ കിടക്കുമ്പോൾ ചോദിക്കുക, എന്നാ ലോകം അവസാനിക്കുന്നതിന് സ്തോത്രം. പല ഡോളർ അയച്ചു തരും, അതുമില്ല. എന്നാ ലോകം അവസാനിക്കുന്നതിന് സ്തോത്രം. പിള്ളേർ രാത്രി വീട്ടിൽ ചെല്ലുമ്പോഴേ പറയും മൊബൈൽ ഓഫ് ചെയ്തേക്കണം. അവൻ ഉറക്കമില്ല. ഈ ബാങ്കിൽ പൈസ എല്ലാം കിടക്കി അന്ത്യകാലം കേൾക്കുമ്പോഴത്തേക്ക് അവൻ ഉറക്കമില്ല, സ്തോത്രം. അതുകൊണ്ട് അമേരിക്ക. 2ാമത്തെ കാര്യം, കാനഡയിൽ പോയ പിള്ളേരെടുത്ത് ചോദിച്ചാൽ അത് പാർട്ട് ടൈം കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ബ്രിട്ടനിൽ പോയ 25 ലക്ഷം ചിലവാക്കി പിള്ളേർ പോയി. അവരും അവിടെ ഒരു വല്ലാത്ത പരിപത്തിൽ പോവുക, സ്തോത്രം.
പിന്നെ മക്കളെ കെട്ടിച്ചു വിടാൻ നല്ലൊരു സ്ഥലമുണ്ട്, യോഗം കഴിയുമ്പോൾ ഒരു കട്ടം മേടിച്ചു തരണം. ആ സ്ഥലത്തിൻ്റെ പേര് 1 ഫ്രാൻസ് 2 ഓസ്ട്രേലിയ. സന്തോഷമില്ലല്ലോ? ബാക്കിയെല്ലാം തീരാറായി. സ്വോത്രം. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത സാമ്പത്തിക മാന്ദ്യം. അപ്പോൾ വായിച്ചാട്ടെ നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അപ്പോൾ നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. നിന്റെ സ്നേഹിതന്മാർ, മോൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. നാടൻ മലയാളം. ഇന്ന് ഇസ്രായേലിനെ ആരും അടിക്കാതിരിക്കുന്ന 5 രാജ്യം അവൻ്റെ വാദക്കേരിപ്പുണ്ട്. അമേരിക്ക ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, കാനഡ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. നമ്മുടെ ഈ സ്ഥലം ചെന്നിയോടുന്ന് ഇവിടുന്ന് 2 പിള്ളേർ ചെന്ന് തിരുവനന്തപുരം സിറ്റി പട്ടത്തിൽ നിന്ന് 3 കൂട്ടത്തോടെ അടിച്ചു. സ്വോത്രം. യുമാർ ഇവിടെ സ്ഥലം വിട്ടു. എന്നിട്ട് ചെന്നിയോട് വന്ന് പട്ടത്തുള്ള പിള്ളേർക്ക് ഇവരെ ലൊക്കേഷൻ പിടികിട്ടി. സ്വോത്രം. അവരൊരു ദിവസം ഒരു ബൊലീറോ വണ്ടി പിടിച്ച് 6 പിള്ളേർ യവന്മാരെ കൈകാര്യം ചെയ്യാൻ ചെന്നിയോട്ട് വരിക. വീടൊക്കെ ലൊക്കേഷൻ ഗൂഗിൾ വഴി അറിഞ്ഞ് വീട്ടിൻ്റെ വാതൊക്കെ ദൂരെ വന്ന് നിർത്തിയപ്പോൾ 2 പിള്ളേർ അവിടെ നിന്ന് അടിക്കാൻ പോയി. അവൻ്റെ അപ്പൻ 4 വടിവാളുമായിട്ട് വീട്ടുവാതൊക്കെ ഇരിക്കുന്നു. സന്തോഷമില്ലല്ലോ? കുഞ്ഞുങ്ങൾ പറഞ്ഞ് എടാ അവന്മാരെ എങ്ങനെയെങ്കിലും ശരിയാക്കരുത്, ആ അപ്പൻ 4 വടിവാളുമായിട്ടിരിക്കും, നമുക്ക് കട്ടണം കുടിച്ച് സ്ഥലം വിടാമെന്ന്. സ്വോത്രം. ഇന്ന് ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾ ആക്രമിക്കാത്തത് 5 പേർ അവൻ്റെ വാതുക്കലിരിപ്പുണ്ട്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ബ്രിട്ടൻ. അതുകൊണ്ട് ഗാസ സംഘടനത്തിൽ ഈ നേതാക്കൾ യഹൂദൻ്റെ അടുത്തെത്തി. കരമുയർത്തുന്നവർക്കായി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കൽ. സാമ്പത്തിക മാന്ദ്യം വന്നാൽ അവർ പ്രവാസത്തിലേക്ക് പോകും. പിന്നെ അവർ തിരിഞ്ഞു നോക്കിയാൽ സുനിൽ പാസ തന്നെ പിടിക്കാം. നമ്മുടെ ഉദയംകുളങ്ങര ഒരു പയ്യൻ, അവൻ ഗൾഫിൽ നല്ല ഐസ്ക്രീം കമ്പനി നടത്തിക്കൊണ്ടിരുന്ന അറബി കട ഏറ്റെടുത്തു. സ്വോത്രം. അവൻ നേരെ ഉദയംകുളങ്ങര വന്നു. 1 ഒരു തട്ടുകട തുടങ്ങി, പ്രവാസി തട്ടുകട. 2 ഒരു ഓട്ടോ എടുത്ത്, പ്രവാസി ഓട്ടോ. അതിൻ്റെ പുറത്ത് അമരവിള ചെക്ക് പോസ്റ്റ് ഒരു പച്ചക്കറിക്കട, പ്രവാസി പച്ചക്കറിക്കട. ഒരു വർഷം സുനിൽ പാസ്റ്റർ അദ്ദേഹത്തിനോട് ചോദിച്ചു, മോൻ എന്നെ സൗദി തിരിച്ചു വന്നില്ലേ? പാസ്റ്റർ എന്താ ചോദ്യം? അതുകൊണ്ടല്ലേ പ്രവാസി ഓട്ടോ, പ്രവാസി തട്ടുകട, പ്രവാസി പച്ചക്കറിക്കട. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് സാമ്പത്തിക മാന്ദ്യം വന്നാൽ ഈ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ യവനെ കൈവിടുന്ന ദിവസം വരാറായി. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ഒരു കുഞ്ഞുങ്ങളെ പോലും അനുസരിക്കാതിരിക്കുന്ന ഇസ്രയേലിനകത്ത് നിലവിളി വരുന്ന ദിവസം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം, നിന്റെ കയ്യിലിരിപ്പ് നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും. കരമുയർത്തിയാട്ടെ. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഇസ്രയേൽ ഒരു ദിനം അവന്റെ തല വണക്കി കരയുന്ന ദിവസം വരാറായി. ആമോസിന്റെ പ്രവചനം. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, റഷ്യ, ചൈന, ഇറാൻ, ഇറാഖ്, ഇവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ ആരെ ആക്രമിക്കുവാൻ വരും? ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരുന്ന ദിനം വിദൂരമല്ല. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആക്രമണം ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ഏതാ ഒഴിച്ചുമാറ്റൽ? കേട്ടോണോ? 1945 2ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. അന്ന് ജർമ്മനിയുടെ ആക്രമണത്തെ ഭയന്ന് ബ്രിട്ടൻ ആരെ ഒഴിച്ചു മാറ്റി? 1000 ഒഴിച്ചു മാറ്റി. 2ാമത്തെ ഒഴിച്ചുമാറ്റൽ ഇവിടുത്തെ പെന്തിക്കോസുകാർക്കറിയാം. കുവൈറ്റ് യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ഇറാഖ് സദാം ഹുസൈൻ ആക്രമിച്ചപ്പോൾ കുവൈറ്റിലെ മലയാളികൾ ജോർദാൻ വഴി എയർ ഇന്ത്യയിൽ ഒഴിച്ചു മാറ്റി. 3ാമത്തെ ഒഴിച്ചു മാറ്റി പെന്തിക്കോസുകാർ കേട്ടോ. 2013 യമനിൽ കലാപം. നമ്മുടെ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടി സാർ മലയാളി നേഴ്സുമാരെ തിരുവനന്തപുരത്ത് കൊണ്ടത് പൂച്ചണ്ട് കൊടുത്തു. 2016 സുഡാനി കലാപം. സഖാവ് പിണറായി വിജയൻ കേന്ദ്രത്തെ ഇടപെട്ട് മലയാളി നേഴ്സുമാരെ കൊണ്ടുവന്നു. 2018 ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടന്നു. ഓക്കെ ചുഴലിക്കാറ്റടിച്ചപ്പോൾ അനേകം പേരെ സ്കൂളിൽ ഒഴിച്ചു മാറ്റി. 2020 കോവിഡ് ആഞ്ഞടിച്ചപ്പോൾ നമ്മുടെ ഗൾഫിലെ ചെറുപ്പക്കാരെ കൊണ്ടുപോകാൻ ഒരു വിമാന സർവീസ് തുടങ്ങി. വന്ദേ ഭാരത്. കരമുയർത്തിയാട്ടെ. ഇന്ന് രാത്രി 2022 ഒരു സംഭവം നടന്നു. നമ്മുടെ റഷ്യയിലെ ഉക്രൈനിൽ പഠിക്കുന്ന 23,000 കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരു സംവിധാനം നടത്തി. ഓപ്പറേഷൻ ഗംഗ. എയർ ഇന്ത്യ, ഇൻഡിഗോ, ഇതെല്ലാം എവിടെ പോയി? റഷ്യയിൽ പോയി, മോസ്കോയിൽ പോയി, ഉക്രൈനിൽ ഇറങ്ങി. ആരെ കയറ്റി? മലയാളിയെ കയറ്റി, ഇന്ത്യക്കാരെ കയറ്റി, ചൈനക്കാരനെ കയറ്റിയോ, ബംഗാളിയെ കയറ്റിയോ? ഒന്നും കയറ്റില്ല. അന്നൊരു ഒഴിച്ചുമാറ്റൽ നടത്തിയെങ്കിൽ ഇനി ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഒഴിച്ചുമാറ്റൽ ഇവിടെ നടക്കും. ഇന്ത്യയുടെ വിമാനം ഇറങ്ങി, ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ ആ വിമാനത്തിൽ കയറ്റി ഇന്ത്യയുടെ പട്ടണത്തിനകത്ത് ഇറക്കിയതുപോലെ ഇന്ന് രാത്രി ഒരു അന്തിമ ഒഴിച്ചുമാറ്റൽ ഇവിടെ നടക്കാൻ പോകുന്നു. അതിന്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ചെന്നയോട് കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ഇസ്രായേൽ ഗാസ നിന്റെ മുൻപിൽ കാണുമ്പോൾ, അന്ത്യകാല സംഭവങ്ങൾ മുന്നിൽ നിർത്തുമ്പോൾ, അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം,
ഒരൊഴിച്ചു മാറ്റൽ കാലമായി ആരെ ചേർക്കുവാൻ? കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി യേശു വരാറായി. രണ്ടാമത് രാത്രിയിൽ ഇവിടെ നെഞ്ചുകേറി ഞങ്ങൾ പ്രസംഗിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 1.5 2 ലേഖനാമം ഓൺ ബൗണ്ടറി ആർ ഹേഡിങ് ദ വേർഡ്സ്. ഇന്ന് രാത്രി വീട്ടിനകത്തിരുന്നാലും റോഡിനകത്തിരുന്നാലും ചെറുപ്പക്കാരി, അപ്പച്ച, അമ്മച്ചിയെ, സഹോദര, സഹോദരി, ഒരു അന്ത്യകാലത്തിന്റെ പ്രഭാഷമോ നെഞ്ചത്ത് കൈവച്ച് ഇന്ന് രാത്രി പറയണം, യേശു എന്റെ രക്ഷകൻ, യേശു എന്റെ കർത്താവ്, യേശു ഏക ദൈവം. പോരാ, അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരാറായി. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുമോ നിന്റെ പേര് ഇന്ന് രാത്രി ജീവ പുസ്തകത്തിൽ ചേർക്ക്. ആ പേരുള്ളവനെ ചേർക്കുവാൻ എന്റെ നാഥൻ വരാറായി. ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ദോഷമുള്ളവർ കരങ്ങളെ അടിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാട്ടെ. അനവധി സ്ഥലങ്ങളിൽ പാടുവാൻ. മനുഷ്യ, നീ ഇവിടെ മതങ്ങൾ തേടുന്നു, മതമല്ല വലുത്. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരിക. ആ പാട്ടിൻ്റെ വരികൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇസ്രായേൽ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 4 വാക്യങ്ങൾ 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിന് വേണ്ടി ലോകം കാക്ഷിക്കുന്നു. അങ്ങനെ ഒരു യുദ്ധം നടക്കണമെങ്കിൽ ഒരു പാത ഇവിടെ ഒരുങ്ങണം. അതിൻ്റെ പേര് ചൈനയുടെ സിൽക്ക് പാത. ബൈബിളിനകത്തുണ്ട്, വളരെ ക്ലിയറായി. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് പോയി 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ചൈനയുടെ സിൽക്ക് പാത കുഞ്ഞു വായിച്ച് സഹായിക്കാൻ. യെശയ്യാ പ്രവചനം 49:12 ബൈബിളുള്ളവരെല്ലാം എടുക്കണം. ചൈനയുടെ സിൽക്ക് പാത. ഇവിടുത്തെ ഏഷ്യാനെറ്റുകാരൻ കാണിക്കുമ്പോൾ പറയണം, ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ട് ചൈനയുടെ സിൽക്ക് പാത. വായിച്ചോട്ടെ, യെശയ്യാ 49:12 വായിക്കാം. ഇതാ ഇവർ ദൂരത്ത് നിന്നും ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സീനീം ദേശത്ത് നിന്നും വരുന്നു. മതി മോളെ, ഫുൾ സ്റ്റോപ്പ് ഇട്. പഴയ നിയമത്തിലെ സീനീമ ഇന്നത്തെ ചൈന. ട്രിവാൻഡ്രം തിരുവനന്തപുരമായി, ചെന്നൈ മദ്രാസ് ചെന്നൈയായി, ബാംഗ്ലൂർ ബംഗളൂരുവായി, അതുപോലെ ബോംബെ മുംബൈ ആയതുപോലെ ദാണ്ടേ ഒരു കൂട്ടം ആൾക്കാർ വരാൻ പോകുന്നു. ചൈനയുടെ സിൽക്ക് പാത കേട്ടോണേ. അതിൽ കൂടെ നമ്മുടെ രാഹുൽജിയൊക്കെ ഇവിടെ ഭാരത് ജോഡോ പോയത്. കന്യാകുമാരി, കാശ്മീർ, അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ, അത് കഴിഞ്ഞാൽ ഇറാൻ, അത് കഴിഞ്ഞോട് അഫ്ഗാൻ. ആ ചൈനയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നേരെ എല്ലാം കൂടെ കൂട്ടമായിട്ട് ഇറങ്ങി വരും. ആ സ്ഥലമായി ഇറാഖിൻ്റെ വടക്കൊരു നദി ഒഴുകുന്നു, യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അത് കഴിഞ്ഞാൽ തുർക്കി കഴിഞ്ഞാൽ സിറിയയുടെ ഗോലൻ കുന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങാം. ആ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. കേൾക്കണം മക്കളെ, പെന്തിക്കോസുകാരെ, നിങ്ങളിത് കേൾക്കണം. നമ്മൾ വിചാരിക്കുന്നതൊന്നും കേൾക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളനാട് കമ്പനി പടിയിലാണ് പ്രസംഗിച്ചത്. 1100 കസേര അവസാന രാത്രി എടുത്തിട്ടുണ്ട്. ഭയങ്കര ജനം. 1100 കഴിഞ്ഞു. എനിക്ക് 7:55 മൈക്കെന്ന് പാസ്റ്റർ പറഞ്ഞു 9:30 നിർത്തണം. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ നേരത്തെ നിർത്തിയതാണ്. 9:30 ആയപ്പോൾ ഞാനല്ല ഒരു 200ഓളം ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാം സഹോദരങ്ങളും കമ്പനി പടി വെള്ളനാട് ചാങ്ങയ്ക്ക് പോകുന്ന റൂട്ടിൽ നിൽക്കുക. അവരവിടുത്തെ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്ററെ കാണണമെന്ന്. ഞാൻ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ പാസ്റ്ററെ അവിടുത്തെ സംഘാടകർ പറഞ്ഞിട്ട് പറഞ്ഞു, പ്രസംഗം നിർത്താൻ പറയരുത്, ഞങ്ങൾക്ക് കേൾക്കണമെന്ന്. സ്വോത്രം. എന്നിട്ട് അരമണിക്കൂറിനോട് അനുവദിച്ച് അന്നൊരു പ്രസംഗം ഞാൻ പ്രസംഗിച്ചത് കുപ്പിവെള്ളം റേഷൻ കടയിൽ കിട്ടുമെന്ന്, അക്വാഗില്ലി 10 രൂപയുടെ. സ്വോത്രം. ആ പ്രസംഗം പാസ്റ്റർ പറയുന്നു. അവിടുത്തെ നാട്ടുകാരത് കേട്ടു. കഴിഞ്ഞ ദിവസം പത്രത്തിനകത്ത് റേഷൻ കടയിലെ കുപ്പിവെള്ളം കണ്ടിട്ട് പറഞ്ഞു, ഈ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ ദൈവവചനം കേൾക്കുന്നത് ജാതികള് കണ്ടോ, ദൈവം കൊണ്ടുവരുക വചനം കേൾക്കുവാൻ. സ്വോത്രം. അവിടുത്തെ റോഡിൽ നിന്ന് ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാം സഹോദരങ്ങൾ പറഞ്ഞു, ഇത് അന്ത്യകാല സംഭവം, കേൾക്കണം കുപ്പിവെള്ളം കിട്ടുന്നത്. എത്ര സന്തോഷമായിരുന്നെന്നറിയോ. 1100 ചേറെ അവരെ ഒരുക്കിയിരുന്നുള്ളൂ. പക്ഷേ ജനം മൊത്തവും കൂടെ നാട്ടുകാരാണ് വന്നത് പ്രസംഗം കേൾക്കാൻ. അന്ത്യകാലം ദൈവവചനം കേൾക്കുമ്പോൾ അവർക്കറിയാം എന്തോ ഉലകത്തിൽ സംഭവിക്കാൻ പോവാന്ന്. മക്കളെ, 5 മിനിറ്റ് കൂടുതലിരുന്ന ആൾ. ഇതാ ചൈനയുടെ സിൽക്ക് പാത. സ്റ്റാർട്ടിങ് ഇന്ത്യ, അത് കഴിഞ്ഞ് കാശ്മീർ, അത് കഴിഞ്ഞ് പാകിസ്ഥാൻ, അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ. ചൈനയിൽ നിന്ന് അവർ നേരെ ഇറങ്ങും. അതുവഴി എവിടെ അഫ്ഗാൻ്റെ ബോർഡറിൽ കൂടെ നേരെ ഇറാനിൽ കയറും. ഇറാൻ കഴിഞ്ഞാൽ ഇറാഖ് കഴിഞ്ഞാൽ നേരെ യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അക്കരെ തുർക്കി, സിറിയ, നേരെ ഗോലാൻ കുന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ പാതയാണ്. അവർ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും സിനീം ദേശം, ചൈനയിൽ നിന്ന്. ഈ ചൈനയുടെ റൂട്ടാണ് ചൈനയുടെ സിൽക്ക് പാത. രാത്രി 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു സംഭവം നടക്കുന്നു. എല്ലാ മൊബൈലും വന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. സജു ചാത്തന്നൂരല്ല, ബൈബിളിനകത്തുണ്ട്. അന്തിമ യുദ്ധത്തിന് വേണ്ടി പണ്ട് ചെങ്കടൽ പറ്റിയതുപോലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റുന്നു. വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 16:12. സൗര്യമാരെല്ലാം ബൈബിൾ എടുക്കണം. നിങ്ങളിത് പഠിക്കണം കേട്ടോ. വെളിപ്പാട് 16:12 ഒന്നെടുത്താട്ട് മോളെ.
ആറാമത്തവൻ തന്റെ കലശം ആറാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് ഫുൾ സ്റ്റോപ്പ്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാൻ, ചൈന, ഇവിടുന്ന് ഇസ്രയേലിലേക്ക് യുദ്ധത്തിന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് വായിച്ച മോളെ അതിലെ വെള്ളം വറ്റിപ്പോയി. കരമുയർത്തിയാട്ട യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. സജു ചാത്തന്നൂരല്ല, സകല പാസ്റ്റർമാരുടെ മൊബൈലിനകത്തും വന്നു യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, പ്രകൃതി ദുരന്തം. രണ്ട്, അവിടെ ഒരു ഡാം പണിയുന്നു, തുർക്കി അട്ടട്ടാർ ഡാം. മൊബൈൽ അടിച്ചാൽ മതി. ഇന്ന് രാത്രി ഇടുക്കി വെള്ളം കിട്ടി നിൽക്കുന്നോല് യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റുന്നു. എന്തിനു വേണ്ടി? കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി. ഒരു പ്രവചനം ഇന്ന് രാത്രി കേട്ടോണേ. പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത്, കട്ടക്കളത്തിനകത്ത് ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേറ്റ് അവരുടെ നിലവിളി വന്നപ്പോൾ സ്വർഗത്തോട് നിലവിളിച്ചു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കട്ടളക്കാലുമേലും കുറുമ്പടിമേലും തേച്ചു. പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ ഒരു ചുള്ളി വടി ചെങ്കടലിൽ നീട്ടിയപ്പോൾ അന്ന് രാത്രി മുഴുവനും സ്വർഗത്തിലെ ദൈവം ഒരു കിഴക്കൻ കാറ്റടിച്ചെങ്കിൽ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നതുപോലെ കരമുയർത്തുന്നവർക്കായി പുതിയ നിയമത്തിൻ്റെ വിമോചകനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ സൈന്യം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ കൂടി അക്കരെ ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുമ്പ് ചെങ്കടലിനെ വിഭാജിച്ച് ഇസ്രായേൽ ജനത്തെ മറുകര കടത്തിയ മഹാദൈവം തൻ്റെ ഭക്തന്മാർ ചേർത്തുവാൻ 10,000 പേർ സുന്ദരനായി മധ്യാകാശത്തിൽ വരും. കരമുയർത്തുന്നവർക്കായി നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. കരമുയർത്തിയാട്ടെ. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരൂ. ഇന്ന് രാത്രി രണ്ടാം ഭാഗം, എന്തുകൊണ്ട് യുദ്ധം നടക്കുന്നില്ല? വായിക്കാം. എസക്കേൽ പ്രവചനം 21-ാം അധ്യായം 26, 27 വാക്യങ്ങൾ വായിച്ചിട്ട് മോളെ. എസക്കേൽ നിന്റെ നാൾ വന്നിരിക്കുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഈ മോള് വായിക്കുന്ന വാക്യം നോട്ട് ചെയ്യണം. ഇതെല്ലാം ഞാൻ കാണാൻ പറയാം, നാളെ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയ രക്ഷയില്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഫുൾ സ്റ്റോപ്പ്. അതാ ലോകഭരണം. അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഇരുന്ന് പ്രസിഡന്റ് ആരായിരുന്നു? ബരാക് ഒബാമ. ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്നവൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി സാർ. ഇവിടുന്ന് വന്ന് ഗുജറാത്തിലെ തട്ടുകടയിൽ ചായ കൊടുത്തു കിടന്ന പുള്ളിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പേടിക്കണ്ട. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ ചെത്തുതൊഴിലാളി കുടുംബങ്ങൾ, എനിക്കറിയാം, സ്ഥലത്തല്ല ഞാൻ പോയി പ്രസംഗിച്ചു കഴിഞ്ഞു. സ്വോത്രം. എന്താ അവിടെ? 10 കുടുംബങ്ങൾ ചെത്തുതൊഴിലാളിയായ ഒരപ്പൻ്റെ മകൻ രണ്ടാണ്ടേയും. ഇവിടുന്ന് അപ്പുറത്തേലാണ് തമിഴ്നാട്. മുന്നാടിയിരുന്ന മുതലമച്ചർ ആര്? യാറയ്യ. അവർ താൻ എടപ്പാടി പളനിച്ചാമി എങ്കനിന് വന്ന് അണ്ണാടി MK ഓഫീസിൽ ടീ പോട്ടവൻ മുഖ്യമന്ത്രി. സന്തോഷമില്ല. കോട്ടയത്തൊരു പാവപ്പെട്ട നാരായണൻ ചേട്ടനുണ്ടായിരുന്ന KR നാരായണൻ ആരായി? ഇന്ത്യയുടെ പ്രസിഡന്റായി. അത് കഴിഞ്ഞ് നേരത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. അദ്ദേഹം ഒരു അധകൃത പാവപ്പെട്ട കുടുംബത്തിൽ. ഇപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? കുഞ്ഞുങ്ങൾ മിണ്ടുന്നില്ല. ദ്രൗപദി മുർമു. എവിടുന്നാ വന്ന്? കോട്ടൂരിലെ കാണികളുടെ കൂട്ടം, ഒറീസയെന്ന്. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. താഴ്ന്നവനെ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തും. ഇതെല്ലാം കാണണം മക്കളെ. ഇതാ ബൈബിൾ. ഇയ്യോബിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇയ്യോബ് 34:24 എനിക്ക് സംശയമുണ്ട്. ബലശാലികളെ സിംഹാസനത്തിൽ നിന്ന് അവൻ താഴെ ഇറക്കിയിട്ട് തനിക്ക് ബോധിച്ചവരെ അതിനകത്തിരുത്തും. ബൈബിൾ പഠിക്കണം. അല്ലാതെ കാട്ടാക്കട അവിടെ എവിടെയൊക്കെ പോയി ഉപദേശി വന്നിട്ട് ദാ കാക്ക വരുന്നു, ദാ ചെങ്കടൽ വിഭജിക്കുന്നു, ചേച്ചിക്ക് കിറ്റ് വരുന്നു, നീ കിറ്റ് മേടിച്ചുകൊണ്ട് വിട്ടിരിക്കുക. അക്കരെ പോകണമെങ്കിൽ ഇന്ന് രാത്രി രക്ഷിതാവിനെ സ്വീകരിച്ചോണം. സ്വോത്രം. പച്ചയ്ക്ക് ഞാൻ പറയാം. സ്വോത്രം. ഇതാ ദൈവത്തിൻ്റെ വചനം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ കരമുയർത്തണം. ഇന്ന് ബ്രിട്ടനിലെ പ്രസിഡന്റ് ആരാ? ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ദാ നിൽക്കുന്ന ഒരു ഞാഞ്ഞൂല് റഷീസുണ്ടൊക്കെ. സന്തോഷമില്ലല്ലോ. 200 വർഷം ഇന്ത്യക്കാർ ആരാ? ഈസ്റ്റ് ഇന്ത്യ ഭരിച്ചതാ. അവിടെ നിൽക്കാൻ ഗതിയില്ലാത്തതുകൊണ്ട് ഇന്ത്യക്കാരൻ ഇന്ന് ആരെ ഭരിക്കുന്നു? ബ്രിട്ടനെ ഭരിക്കുന്നു. കരമുയർത്തിയാട്ട് മക്കളെ. ഇതാ ബൈബിളിന്റെ പ്രവചനം. അവൻ താഴ്ന്നവനെ ഉയർന്നവനെ താഴ്ത്തു. ഇംഗ്ലീഷുകാരനെ മാറ്റിയിട്ട് ഒരു ഇന്ത്യക്കാരൻ ഞാഞ്ഞൂല് കയറി ബ്രിട്ടൻ ഭരിക്കുന്നു. സ്വോത്രം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ തലമുറ ഒരു യുദ്ധം നടക്കാൻ പോവുക. അതിനുമ്പ് ഒരു സംഭവം നടക്കും. ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ മോള് വായിച്ചാട്ടെ. അടുത്ത വാക്ക്. ഞാൻ അതിന് ഉന്മൂലനാശം. നമ്പർ 1. ഫുൾ സ്റ്റോപ്പ്. ഓടിപ്പോകരുത്. വേണാട് പോകുന്നവർ പോയാൽ മതി. സൂപ്പർ ഭാഷ ഉണ്ട്. എന്താ ഉന്മൂലനാശം? ഒന്നാമത്തെ ഉന്മൂലനാശം 1914 മുതൽ 17 വരെ 1-ാം ലോക മഹായുദ്ധം. 5 ലക്ഷം പേർ മരിച്ചു. അന്നൊരു സംഘടന വന്നു.
കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. കാട്ടാക്കട കൃഷ്ണൻ കോളേജിൽ അധ്യാപകരും പറഞ്ഞു തരും. ഇവിടെ ധനിവച്ചപുരം കോളേജോ അവിടെ ഉള്ളവരെല്ലാം പറയാം. അന്നൊരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. ഒന്നാം ലോകമഹായുദ്ധം ഒരു സംഘടന, ലീഗ് ഓഫ് നേഷൻസ്. വായിച്ചാട്ടെ രണ്ടാമത്തത് മുള് വായിക്കാം. ഉന്മൂലനാശം. രണ്ടാം ലോകമഹായുദ്ധം വന്നു, അന്നൊരു സംഘടന വന്ന്, അതാ ഇന്നത്തെ പേപ്പർ സംഘടന യുണൈറ്റഡ് നേഷൻസ്. എന്നാൽ ഇനിയൊന്നുണ്ട്, വായിര്. ഉന്മൂലനാശം. അതിന്റെ പേരാ മൂന്നാം ലോകമഹായുദ്ധം. ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണം. ചെറുപ്പക്കാരെ പ്രത്യേക ശ്രദ്ധിക്കുക. പഠിക്കുന്ന ചെറുപ്പക്കാരികൾ മക്കളും ഇന്നലെ തുണ്ടായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കൾ കവലയിൽ നിന്ന് യേശുവിനെ പറ്റി പ്രസംഗിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കേട്ടോ, അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നാം ലോകമഹായുദ്ധം ഒരു സംഘടന ലീഗ് ഓഫ് നേഷൻസ്, രണ്ടാം ലോകമഹായുദ്ധം യുണൈറ്റഡ് നേഷൻസ്, മൂന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ദാ വരുന്നു മൈക്രോ ചിപ്പുമായി ഒരുവൻ, 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം, അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം, അതിന് മഹാസർപ്പ വലിയ ശക്തി അധികാരവും സിംഹാസനവും കൊടുത്തു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിന് അടയാളം എന്തെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, അത്തി തളിർത്തു, കൊമ്പിളതായി. ഇന്ന് ഏത് വാർത്ത നോക്കിയാലും ഇസ്രായേലില്ല അച്ചായ, കര ഉയരുന്നില്ലല്ലോ. TV നോക്കിയാൽ ഇസ്രായേൽ, വീഡിയോ നോക്കിയാൽ ഇസ്രായേൽ, മൊബൈൽ നോക്കിയാൽ ഇസ്രായേൽ, പത്രത്തിലെന്നും വാർത്ത അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലടുത്തു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ, കരമുയർത്തുന്നവർക്കായി. തേർഡ് വേൾഡ് പറ, എത്ര ക്ലിയറാ ബൈബിൾ പഠിച്ചുകൊണ്ടിറങ്ങുന്ന അവൻ അടുക്ക വാതിൽക്കൽ. എന്നാൽ നമ്മുടെ ചെന്നിയോട്ട കൺവെൻഷൻ ഒരു പ്രത്യാശയുണ്ട്. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് മോളൊന്ന് വാക്ക് വായിച്ച് സഹായിച്ചാട്ടെ. എല്ലാവരും ഈ വാക്ക് കേൾക്കണം. മോളൊന്ന് സഹായിച്ചാട്ടെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന് അവകാശമുള്ളവൻ വരുവോളം, കരമുയർത്തിയാട്ടെ. ആരാവകാശമുള്ളവൻ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ എൻ്റെ നാഥൻ പരമയാഗമായി ഒരു പടയാളി യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി 6 ലിറ്റർ രക്തമൊഴുകി 156 മുള്ളുള്ളൊരു കിരീടം അവനെ ധരിപ്പിച്ചു. 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറ് കൊണ്ട് ഈയക്കട്ടയും വാളച്ചൂണ്ട കൊണ്ട് ശരീരം വിരൂപമാക്കപ്പെട്ടു. ഹല്ലേലൂയ. തൻ്റെ ശരീരം തകർത്തെങ്കിൽ തൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവസഭയെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി ഒരിക്കൽ അവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായി പരമയാഗമായെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും നാഥൻ മധ്യാകാശത്തിൽ വരും. അതിന് അവകാശമുള്ളവൻ വരുവോളം ഇന്ന് രാത്രി യുദ്ധമില്ലാതെ ഇരിക്കും. അവസാന നാളായി, നാളടുത്തു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതിനാസ്പദമായി എൻ്റെ ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഒരു കാര്യം ഒക്ടോബർ 7 വിളിച്ച് പറഞ്ഞു. ഇന്നലെ ഞാനത് പറഞ്ഞു. എല്ലാ യഹൂദനും മടങ്ങി വന്നുകൊണ്ടിരിക്കുക. വായിക്കാം മോളെ. ആമോസിൻ്റെ പ്രവചനം 9:9. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കും. ആമോസിൻ്റെ പ്രവചനം 9:9 വാക്യം. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെ ഇടയിലും അരിക്കുവാൻ കൽപ്പിക്കും. കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ 112 രാജ്യങ്ങളിൽ യവൻ പോയി കഴിഞ്ഞു. ഇനിയുള്ള സംഭവം ദാ ഒക്ടോബർ 7 ഗാസ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മടങ്ങി വരാം. അടുത്ത വായിച്ചാട്ടെ. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. കരമുയർത്തുന്നവർക്കായി യഹൂദൻ മടങ്ങി വരുന്നെങ്കിൽ വരാൻ പോകുന്ന ഒരു അന്തിമ യുദ്ധം. 2 ഒരാലയം. കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അവൻ്റെ ആലയം അവിടെ പണിയുന്നതിന് മുമ്പ്, യഹൂദൻ്റെ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരാലയം എടുക്കപ്പെടും. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന സഭയ മണവാട്ടി ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. സോദോമിൻ്റെയും ഗോമറയുടെയും മേൽ ഒരു ന്യായവിധി നടത്തിയതുപോലെ നിന്റെ ഇടയിൽ ഇസ്രായേല് ഒരു ഉന്മൂലനാശം ഞാൻ വരുത്തി. എന്നിട്ടും നീ എൻ്റെ വാക്ക് കേട്ടിട്ടില്ല, നീ അനുസരിക്കത്തില്ല എങ്കിൽ അറബ് രാജ്യങ്ങളും റഷ്യയും നിന്റെ നേരെ വരുന്ന ദിനം അടുത്തുപോയി. ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിർത്താൻ പോവുക. ഇന്ന് രാത്രി ചെന്നിയോടൊരു നല്ല കെട്ടിടം. കറക്റ്റ് സമയത്ത് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ചെന്നിയോടൊരു നല്ല കെട്ടിടം. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ആരും തെറ്റിദ്ധരിക്കരുത്. 40 വയസ്സായ ചെറുപ്പക്കാരന്
മകൾക്ക് 38 വയസ്സ്. ദീർഘനാൾ ഗൾഫിലായിരുന്നു, മക്കളില്ലായിരുന്നു. നാട്ടിൽ വന്ന് ലാപ്രോസ്കോപ്പിക്കൊക്കെ നടത്തി. ഇപ്പം 2 വയസ്സുള്ള ഒരു ആൺകൊച്ച്. ആ കുഞ്ഞുമായിട്ട് അവർ സുഖമായിട്ട് കഴിയുക. കാറ്, വീട് എല്ലാം ഉണ്ട്. 2 വയസ്സുള്ള കരിക്കട്ട പോലും കുഞ്ഞ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇവർ ഈ കുഞ്ഞിന് ആഹാരം കൊടുത്തു. 3 പേരും ഒരു ബെഡ്റൂമിൽ കിടന്നു കാറ്റും വെട്ടമൊക്കെ ഇട്ടു. അവർ ഉച്ചയ്ക്ക് അങ്ങ് ഉറങ്ങി. ആ സമയത്ത് 3:30 ചെറുപ്പക്കാരിയേറ്റ് കുഞ്ഞ് നോക്കുമ്പോൾ നല്ല ഉറക്കം. ഒരു തലയണ കുഞ്ഞ് മറിയാതെ വെച്ചു. അവർ ദാണ്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ചപ്പുറത്ത് തോട്ടത്തിൽ വെള്ളമടിക്കാൻ പോയി ഗേറ്റും ചാരി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 15 മിനിറ്റ് കഴിഞ്ഞ് വരാം, അപ്പോഴത്തെ കുഞ്ഞിനെ നമുക്ക് കട്ടണക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞു. നാട്ടുകാർ മുഴുവൻ നിലവിളി, ഒരു ശബ്ദം, പുക പുക പുക. ചെറുപ്പക്കാരി ഓടി വന്നു. തങ്ങളുടെ കെട്ടിടത്തിൻ്റെ സൈഡ് മൊത്തം പുക, ബെഡ്റൂം മുഴുവൻ പുക. നാട്ടുകാരോട് അകത്ത് കയറാൻ പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അയ്യോ ഇത് സാധാരണ പുകയല്ല, ഷോർട്ട് സർക്യൂട്ട്, ആ കറണ്ട് ഇത് വന്നതാ, തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അടിക്കും. അവർ രണ്ടുപേരോട് കരഞ്ഞ്, അയ്യോ ഞങ്ങൾക്കൊരു കുഞ്ഞില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ടെസ്റ്റൊക്കെ നടത്തിയതാ, ഇപ്പോൾ 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ച് കാണുകയില്ല. ചെറുപ്പക്കാരിയും പറഞ്ഞ് അകത്തോട്ട് കയറാൻ പോവുക. നാട്ടുകാർ പുറത്തോട്ട് തള്ളാൻ തുടങ്ങി. ലാസ്റ്റ് അവർ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ആരൊക്കെ തെള്ളിയാലും ആരൊക്കെ ഞങ്ങളെ നടക്കി വെച്ചാലും ഞങ്ങൾ അകത്ത് കയറി, ഞങ്ങളുടെ ഒരുറപ്പുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അവർ നേരെ അകത്തോട്ട് ചാടി. കത്തുന്ന ഹല്ലേലൂയ കാതിൽ പാളികൾ ചവിട്ടി തകർത്തുകൊണ്ട് അകത്തുകയാണ്. ആ കട്ടിലേക്ക് കിടന്ന പിഞ്ചു കുഞ്ഞിനെ വാരിയെടുത്ത് 2 വയസ്സുള്ള കരിക്കട്ടയുള്ള കൊച്ചിന് എന്നിട്ട് പുറത്തേക്ക് ചാട്ടുകാടി. നാട്ടുകാരൊക്കെ പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങളുടെ ചങ്കില ചോരയാൽ പിറന്ന ഞങ്ങളുടെ കുഞ്ഞിനെ കരുത്തിനകത്ത് കിട്ടിയെങ്കിൽ അതിലും വലിയ സന്തോഷമുണ്ടെങ്കിൽ ചെന്നിയോടിൻ്റെ കൺവെൻഷൻ്റെ 2ാമത് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശു വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നാട്ടുകാരെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ഒരു മതത്തെയും കുറ്റം പറയത്തില്ല, ഒരു സംഘടനയും കുറ്റം പറയത്തില്ല. നിങ്ങളെല്ലാം രക്ഷിതാവിനെ കാണുക. സ്വോത്രം. ടൈറ്റാനിക് കപ്പലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 1912 ഏപ്രിൽ 14 കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യും. ഏപ്രിൽ 10 കപ്പൽ പുറപ്പെട്ടു. ഏതാ കപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൻ്റെ നീളം 375, വീതി 92, ഉയരം 57, 50,000 ഹോഴ്സ് പവർ. ടൈറ്റാനിക് കപ്പൽ ദൈവം വിചാരിച്ചാലും തകർക്കത്തില്ലെന്ന് ലോകം എഴുതി. സതാംപ്ടൺ തുറമുഖം. ക്യാപ്റ്റൻ സ്മിത്ത് ആട്ടും പാട്ടുമായി 4 ദിവസം കഴിഞ്ഞു. ഒരു മഞ്ഞുമല ദാ വരുന്നു ടൈറ്റാനിക്കിനെ തേടി. നാട്ടുകാർ സിഗ്നൽ അടിച്ചു. മേളിൽ നിന്നവർ പറഞ്ഞു, സാറേ മഞ്ഞുമല. ക്യാപ്റ്റൻ പറഞ്ഞു, മിണ്ടിപ്പോവരുത്, ദൈവം വിചാരിച്ചാലും തകരത്തില്ല. സ്വോത്രം. 4-ാം പക്കം ലോകം എഴുതി വെച്ചു. 2224 കിലോമീറ്റർ സതാംപ്ടൺ ടു ന്യൂയോർക്ക് കന്നിയാത്രയിൽ 4-ാം ദിവസം ആ കപ്പൽ മഞ്ഞുമലയിൽ തട്ടിത്തീർന്നു. ഇന്ന് രാത്രി മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നീ ചെന്നിയോട്ട് എത്ര വലിയവനായാലും, നിന്റെ ഷിപ്പിംഗ് കമ്പനി വലുതായാലും, ബാങ്കിനകത്ത് ഹോഴ്സ് പവർ ഉണ്ടായാലും, ദൈവത്തിൻ്റെ ഒരിടിയേറ്റ ടൈറ്റാനിക്ക് തകർന്നതുപോലെ ഇന്ന് രാത്രി നീ തകർന്നു വീഴാൻ കാലമായി. മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങുക. നാഥൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. സത്യസുവിശേഷത്തിൻ്റെ വചനം ഇന്ന് രാത്രി ചങ്കിനകത്ത് കിടക്കട്ടെ. സ്വോത്രം. തീർന്നില്ല. എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം. ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ? ഈ കഥയും കൂടെ നിങ്ങൾ കേൾക്കണം. ടൈറ്റാനിക് കപ്പൽ തകരുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷുകാരൻ മെസ്സിന്ന് ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇടിവിട്ട് ടൈറ്റാനിക്ക് തകരുന്നത്. അപ്പോൾ അവൻ്റെ കിടക്ക താഴെ അടിയില്ല റൂം. $3 ലക്ഷം കട്ടിലിൻ്റെ കീഴിലിരിക്കുക. അവൻ ആലോചിച്ച്, ഇപ്പം ഞാൻ ഓടി ഈ ഡോളർ എടുക്കാൻ പോയാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? കപ്പലിനകത്ത് നിന്ന് താഴെ വീണ് അകത്ത് അറ്റ്ലാന്റിക്കിനകത്ത് ഉപ്പുവെള്ളത്തിൽ തീർന്നു. അവൻ നോക്കിയപ്പോൾ കണ്ണിന് മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ചാടി ഒറ്റപ്പിടി. വെള്ളത്തിൽ ചാടിയ വല്ലതും ചവയ്ക്കാൻ വേണം. 3 ഓറഞ്ച് ഇരുന്നു. അത് പാൻറ്റിൻ്റെ പോക്കറ്റ് ഇട്ടു. ഒറ്റ ചാട്ടം. ആ ഇംഗ്ലീഷുകാരൻ രക്ഷപ്പെട്ടു. അവസാനം അവൻ എഴുതിയൊരു കാര്യമുണ്ട്. എൻ്റെ $3 ലക്ഷം വേണ്ടി അറ്റ്ലാന്റിക്കിൻ്റെ അടിത്തട്ട് ഞാൻ ഇറങ്ങിയെങ്കിൽ സമുദ്രത്തിൻ്റെ അടിയിൽ കിടന്ന് ഞാൻ പിടഞ്ഞ് മരിച്ചേന്. എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ചെന്നിയോട്ട് 2ാമത്തെ കൺവെൻഷൻ രാത്രി രക്ഷപ്പെടാനുള്ള ഒരു ലൈഫ് ജാക്കറ്റിനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. വചനം മനസ്സിലാകുന്നവർക്കായി. ബാക്കി നാളെയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി, ഇന്നലെ ഞാൻ കാൽവറി പറഞ്ഞാൽ നിർത്തിയത്, ഇന്ന് രാത്രി ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു. ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു. ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കൂടെ 2 കള്ളന്മാർ. ബാക്കി ആരും പ്രസംഗിക്കത്തില്ല. സ്തോത്രം. ഈ 2 കള്ളന്മാരിൽ ഒരുവൻ, സ്തോത്രം, എന്താ രണ്ട് കള്ളന്മാരുടെ കൂട്ടത്തിൽ ഒരു കള്ളൻ യേശുവിനെ നോക്കി പരിഹസിച്ചു. നീ കുറേ വിടുതൽ കൊടുത്തതാ, നീ സൗഖ്യം കൊടുത്തതാ, നീ താഴെ ഇറങ്ങിയ യൂദന്മാരുടെ രാജാവാ, താഴെ ഇറങ്ങാൻ പറഞ്ഞു. മറ്റേ കള്ളൻ പറഞ്ഞു, നീ മിണ്ടിപ്പോവരുത്. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവുമില്ല. അത് പറഞ്ഞപ്പം അവ യേശുവിൻ്റെ മുഖത്ത് നോക്കി. ബൈബിൾ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി.
അപ്പം ഈ കള്ളന് പിടികിട്ടി, ഇവൻ ഇവിടം കൊണ്ട് അസ്തമിക്കുന്നവനല്ല, ഇവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരുന്നവനാ. കള്ളൻ്റെ അകത്തളത്തിനകത്ത് ഒരു വെളിപ്പാട് കിട്ടി. കള്ളൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ കൊടുമ്പാപിയായ എന്നെ ഒന്ന് ഓർക്കണം. സ്തോത്രം. ഇതിൻ്റെ പേരാ മാനസാന്തരം. സ്തോത്രം. അവർ ഒറ്റ വാക്ക് യേശു പറഞ്ഞില്ല. IPAയുടെ പ്രസിഡന്റ് നമ്മുടെ അപ്പച്ചനോട് ചോദിക്കട്ടോ, അല്ലെന്നുണ്ട് നമ്മുടെ ഗോഡ്സൺ പാസ്റ്ററോട് ചോദിക്കട്ടോ എന്ന് യേശു പറഞ്ഞില്ല. കൗൺസിലിനോടും കമ്മിറ്റിയോടും പറഞ്ഞില്ല. അനുതപിച്ച് ഉപേക്ഷിച്ച് കരഞ്ഞവനെ പണിയറയ്ക്കകത്ത് കയറ്റുന്ന നല്ലൊരപ്പച്ചനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രമാണത്തിൻ്റെ പേരാ കൃപയുടെ പ്രമാണം. പാപത്തെ സ്നേഹിക്കുകയും പാപിയെ വെറുക്കുകയും ചെയ്യുമ്പോൾ പാപത്തെ വെറുക്കുകയും അതുപോലെ പാപിയെ സ്നേഹിച്ച് മാറോട്. യേശു പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിലല്ല, കുഞ്ഞെ ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ഇന്ന് രാത്രി അത് ദൈവശക്തിയായി. ഈ രാത്രി വേറൊരുവൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേരാ കള്ളൻ യൂദാ. 30 വെള്ളിക്കാശ്. അവന് പ്രത്യേകത എന്തുവാ? അപ്പം തിന്നവൻ, അത്ഭുതം കണ്ടവൻ, അതിനുശേഷം എല്ലാ കാര്യവും ചെയ്തവൻ. 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്തു. അവസാനം യൂദാ എന്തോ ഇതെന്നറിയോ? കാൽവറിയിലേട്ട് കണ്ടിട്ട് അവൻ ഒറ്റ പോക്ക് പോയി പുരോഹിതന്മാരുടെ മുമ്പിൽ ആ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു. ഓ, എന്നിട്ട് എന്താ ഇതെന്നറിയാമോ? കൽദാമയിൽ നിലത്തിന് സമീപമുള്ള ഒരു മരത്തിനകത്ത് അവൻ തൂങ്ങി. മലയാളം, അവൻ തൂങ്ങിയത് എങ്ങനെയാണെന്നറിയത്തില്ല. ചില്ലിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ കയറിൻ്റെ ബലക്കുറവോ, താഴേക്ക് വീണു. ബൈബിളിനകത്ത് 1-2 മരണങ്ങൾ വളരെ സ്ട്രിക്റ്റായ മരണങ്ങൾ. സ്തോത്രം. അതിനകത്ത് പിന്നെ ആഹാബിൻ്റെ പത്നി ഇസബേലിൻ്റെ മരണം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രസംഗമാണ്, വീരന്മാർ പട്ടുപോയത്. സ്തോത്രം. എന്താ? യൂദ താഴേക്ക് പതിച്ചു. ബൈബിൾ അവൻ്റെ കുടൽ പൊട്ടി, വയറും കുടലും തെറിച്ചു പോയി. 3.5 വർഷം അത്ഭുതം കണ്ടവൻ, അതിശയം കണ്ടവൻ. എത്ര അവസരം കൊടുത്തു? അടുത്ത വർഷം അവസരം ഉണ്ടെന്ന് എനിക്കും അറിയത്തില്ല. 5 അവസരം. യേശു അവനോട് പറഞ്ഞു, എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ, മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നവൻ. അത് കഴിഞ്ഞിട്ട് യേശു പറഞ്ഞു, ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ. കാൽവറിയിൽ ഒരു വാക്കൂടെ യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ് യൂദ ചെന്ന് യേശുവിൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കരച്ചിൽ മതിയായിരുന്നു. യേശുവേ, ഞാൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞെങ്കിൽ അവൻ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമായിരുന്നു. കരമുയർത്തുന്നവർക്കായി 5 അവസരം അവൻ്റെ മുൻപിൽ വെച്ച് നീട്ടിയിട്ട് അവനത് വലിച്ചെറിഞ്ഞെങ്കിൽ അവൻ മരണത്തിന് അധീനനായി. എന്നാൽ ഒരു കൊടും പാപിയായ പെരുങ്കള്ളൻ മുഖത്ത് നോക്കിയിട്ട് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, വീടും കാറുമല്ല പറഞ്ഞത്, നീ മടങ്ങി വരുമ്പോൾ പാപിയായ എന്നെയും ഒന്നോർക്കണമേ. കരമുയർത്തിയാട്ടച്ചായ വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ ഈ രാത്രി പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേൻ. ദൈവത്തിൻ്റെ വചനഭകത്തളങ്ങൾ ചലിക്കട്ടെ. ബാക്കി നാളെ രാത്രി ഒരു വാക്യം വായിക്കാം. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 21, 20, 21 വാക്യങ്ങൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21, 20, 21 വാക്യങ്ങൾ മോള് വായിച്ചാട്ടെ. ആകാശത്തിന്റെ ശക്തികൾ. ആ 21, 25 സൈന്യങ്ങൾ യെരൂശലേമിനെ. അതേത് വാക്കാ മോളെ? ലൂക്കോസിൻ്റെ സുവിശേഷം 21 ഒരു പാരഗ്രാഫിൻ്റെ വാക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 21 20 സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ. കരമൊന്ന് ഉയർത്തിപ്പിടിക്കണം. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യഹൂദൻ നിലവിളിക്കാൻ പോകുന്ന അടുത്ത വാക്ക്. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. സാമ്പിൾ ഒക്ടോബർ 7 നടന്നെങ്കിൽ ഫൈനൽ വരാൻ കാലമായി. യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. അന്ന് മലകളിലുള്ളവരെല്ലാം നിലവിളിച്ചുകൊണ്ടോടും. ആ ഓട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ സഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ.